എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ഐലൻഡ് വൺ ഓഫ് ദ ഡയറക്ടറാണ്. ഞാനിവിടെ സോഷ്യോളജി ഓപ്ഷണൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി പേപ്പർ എടുക്കുന്നു. ഇനി നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഹെഡും കൂടി ഞാനാണ്. നമുക്കൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഒരു യാത്ര എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ കുറേ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഒരു കളക്ടർ ആവണം എന്നുള്ള വാക്കൊക്കെ. അപ്പം ഇന്ന് നമ്മൾ നല്ല ഐശ്വര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഈ യാത്രയുടെ പർപ്പസ് എന്ന് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലബാസനയാണ്. നിങ്ങളുടെ പേരിന്റെ കൂടെ 3 അക്ഷരം ചേർത്തുക എന്നുള്ള യാത്രയാണ്. അപ്പൊ ഈ യാത്രയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രൈമറി ക്ലാസ്സിൽ, നമ്മുടെ ആദ്യത്തെ ഇഗ്നൈറ്റിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് UPC സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ടു ഓറിയന്റേഷൻ സെക്ഷൻ ഓഫ് അയൺ IAS ഇഗ്നൈറ്റ് പ്രോഗ്രാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഓറിയന്റേഷൻ അഥവാ സിവിൽ സർവീസ് എക്സാം എന്താണെന്നാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം, മുന്നോട്ടേക്ക് പോകാം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓറിയന്റേഷനിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാം എന്താണെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ആയി നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തിനാ നമ്മൾ സിവിൽ സർവന്റ് ആകുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ഒരു UPC എക്സാം ക്വാളിഫൈ ചെയ്ത് ഒരു IAS IFS IPS ഒക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. 3 റീസൺസ് ആണ് സാധാരണഗതിയിൽ ഒരു വ്യക്തി ഈ ഒരു എക്സാമിലേക്ക് വരാനുള്ള കാരണം ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സർവീസ് മെന്റാലിറ്റിയാണ് എല്ലാവരുടെയും ആഗ്രഹമായിട്ട് ഉണ്ടാവാറുള്ളത്. കാരണം രാജ്യത്തിനെ സേവിക്കാനും ഒരുപാട് മനുഷ്യന്മാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്ന വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, സിവിൽ സർവീസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പെന്നിന് ഒരു മനുഷ്യന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കമ്മ്യൂണിറ്റിയുടെ ജീവിതം മൊത്തം മാറ്റാൻ വേണ്ടി പറ്റുന്ന വളരെ റെയർ ആയിട്ടുള്ള ചില പൊസിഷൻസിൽ ഒന്നാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ UPC എക്സാമിലേക്ക് അല്ലെങ്കിൽ UPC സിവിൽ സർവന്റ് ആവണം എന്ന് പറയുന്ന പ്രൈമറി റീസൺ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ സർവീസ് ആയിരിക്കും മിക്ക കാൻഡിഡേറ്റിന്റെയും. രണ്ടാമത്തെ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ചിലവരൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ വാക്ക് സ്ട്രക്ചറൽ മൊബിലിറ്റി എന്നുള്ളത്. സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം മൊത്തം തന്നെ മാറ്റിമറയ്ക്കാൻ കെൽപ്പുള്ള ഒരു എക്സാം ആണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയുന്നത്. അത്രയൊക്കെ തള്ളണമായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക, ഓഹ് ഇത്രയൊക്കെ തള്ളണോ. പക്ഷെ സ്ട്രക്ചറൽ മൊബിലിറ്റി ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് സിവിൽ സർവീസ് എക്സാം. നിങ്ങൾ എല്ലാ ജോലിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് അറിയുന്നതാണ്. എല്ലാ ജോലിക്കും ഇമ്പോർട്ടൻസ് എന്ന് അറിയാം അല്ലേ. ഇപ്പോൾ ഒരു ഡോക്ടറിനുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, നമ്മുടെ സ്ട്രീറ്റൊക്കെ വൃത്തിയാക്കുന്ന ചേട്ടന്മാർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് ചേട്ടന്മാർ ചേച്ചിമാർക്കൊക്കെ എന്താണ്, അവരെല്ലാവരും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ രാജ്യത്ത് ഈ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ, അത് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഈ ഡിഗ്നിറ്റി സൊസൈറ്റി അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡിഗ്നിറ്റിയാണ്. പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ജോബ് അനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന ഇമ്പോർട്ടൻസ് കൂടിയും കുറഞ്ഞൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് അതിലൊന്നാണ് സിവിൽ സർവീസ് എക്സാം പാസ്സായി ഒരു IAS IFS IPS ആവുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആവട്ടെ, അതായത് നിങ്ങളുടെ ഫാമിലി സ്റ്റേറ്റസ് എക്കണോമിക്കലി വെല്ലാവാം, കാസ്റ്റുമായി ബന്ധപ്പെട്ട്, കാസ്റ്റ് ഒന്നും തെറ്റല്ല കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞത് കാസ്റ്റുമായി ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളായിരിക്കാം. പക്ഷെ എന്ത് തരത്തിലുള്ള സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി നിങ്ങളുടെ സൊസൈറ്റിയിൽ, നിങ്ങൾ ഈവൻ പോവേർട്ടി ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മൊത്തം മാറും എന്നുള്ളതാണ് ഈ എക്സാമിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ സിനാരിയോയിൽ. അപ്പം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ തന്നെ മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു എക്സാമാണ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, റൈറ്റ്. അപ്പൊ ഈ 2 ഫീച്ചേഴ്സ് തന്നെയാണ് ഈ എക്സാമിനെ എപ്പോഴും മാറ്റി നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഫീച്ചർ, നമ്മൾ സാധാരണ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനുഷ്യപ്പറ്റുള്ള മനുഷ്യന്മാർ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റൈറ്റ്. വളരെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും. പക്ഷെ കുറേ പേര് ഈ ഒരു വഴിയിൽ സഞ്ചരിക്കുന്നുണ്ട്. മറ്റൊന്നല്ല, മേക്കിംഗ് മണി, റൈറ്റ്. പവർ കിട്ടുക, പവർ വെച്ച് കറപ്റ്റഡ് ആവുക എന്നുള്ള ആഗ്രഹം. പക്ഷെ അത് പുറത്താരും പറയില്ല, പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവാം. സോ ഇങ്ങനെയുള്ള 3 റീസൺ കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്. എനിക്കറിയുന്ന പേഴ്സണലി എനിക്കറിയുന്ന ആളുകളുണ്ട്
ചില സർവീസിലുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു, ചില മോശമായിട്ട് പറയില്ല, ചില സർവീസിലുള്ള ആളുകൾ കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമുക്കറിയാം. റൈറ്റ്. എൻ്റെ ഉത്തരേന്ത്യൻ ഫ്രണ്ട്സിലെ പല ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മലയാളികൾ സാധാരണ ഇത് കാണാറില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ 3 റീസണെ കൊണ്ടാണ് ഇന്ത്യയിൽ UPSC സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ പ്രൊമിനന്റ് ആയി നിൽക്കാനുള്ള കാരണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പെന്നിന് പോലും ഇന്ന് മുതൽ നിങ്ങളുടെ പെന്നിന് പോലും എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ ജീവിതം മാറ്റാൻ വേണ്ടി പറ്റും, ഒരു കമ്മ്യൂണിറ്റിയുടെ ലൈഫ് മാറ്റാൻ വേണ്ടി പറ്റും. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഇന്ന് മുതൽ നിങ്ങളുടെ ഈ പറയുന്ന പോലെ ആളുകളുടെ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് മാറ്റാൻ വേണ്ടി പറ്റുന്ന എന്തിനാ എത്രയൊക്കെ തള്ളുന്നതായിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് സിവിൽ സർവീസ് എന്നുള്ളത്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ എക്സാം എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കാരണവശാലും പറ്റില്ല ഈ എക്സാം. കാരണം വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിവിൽ സർവീസ് എന്ന വേൾഡിലേക്ക് നമ്മൾ പതുക്കെ പിച്ച വെച്ച് വരാൻ വേണ്ടി പോവാണ്. അതിന്റെ പ്രൈമറി ബേസ് ആയിട്ട് നമ്മൾ ഇന്ന് ആദ്യമേ എക്സാമിനെ കുറിച്ച് പഠിക്കും. സെക്കൻഡ്, നമ്മൾ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. റൈറ്റ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങളുടെ പെന്നിന് ഇനി മുതൽ പവർ ഉണ്ടാവാൻ വേണ്ടി പോവാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആവട്ടെ കേട്ടോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആവട്ടെ, ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്കോപ്പും കൂടി നിങ്ങളുടെ ലൈഫിൽ കിട്ടുകയാണ്. ഈ 2 കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളിൽ മിക്കവാറും ആളുകളെല്ലാം തന്നെ UPSC സിവിൽ സർവീസ് എക്സാം പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവാം. അത് നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരുപാട് പേര് എഴുതുന്ന എക്സാമിൽ എന്ത് ചെയ്യാം, ഒരുപാട് കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. ആ കറേജ് നിങ്ങൾ കാണിക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓൾറെഡി ചാമ്പ്യന്മാരാണ്. അപ്പൊ നമുക്ക് പതുക്കെ നമുക്ക് തുടങ്ങാം അല്ലെ. എങ്ങനെയാണ് UPSC എക്സാം എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 3 കാര്യങ്ങൾ ഈ ഓറിയന്റേഷനിൽ പറയാം. ഒന്ന്, എന്താണ് എക്സാം എന്ന് വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും എന്താണ് UPSC എക്സാം എന്നുള്ളത്. സെക്കൻഡ് വൺ, എന്തുകൊണ്ട് നിങ്ങൾ ഐലൻഡ് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ എന്നുള്ളത് ഞങ്ങൾ പരിചയപ്പെടുത്തരാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം ഞങ്ങൾ എന്താന്നുള്ളത്. 3, നമ്മുടെ ഈ പ്രോഗ്രാം ഐലൻഡ് IAS ഇഗ്നൈറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്താണെന്നും പരിചയപ്പെടുത്തരാം. ഓക്കെ ആണല്ലോ എല്ലാവരും? ആൻഡ് ബസുദേവ്, ഭദ്ര, കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എവിടെയാണ് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത്, എവിടെ ആയിരിക്കും നിങ്ങൾക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലബാസന, ലാൽ ബഹദൂർ ശാസ്ത്രി ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മുസോറിയിലേക്കുള്ള യാത്ര നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ്. മുസോറിയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് ചെയ്യുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ലോകത്തെ തന്നെയുള്ള ഏറ്റവും മികച്ച ഒരു അക്കാഡമിയാണ്. അതായത് സിവിൽ സർവീസ് ട്രെയിനിങ് മാത്രമല്ല, ഒരു ട്രെയിനിങ് അക്കാഡമി ആയിട്ടാണ് മുസോറിയെ പറയുന്നത്. അപ്പൊ നമ്മുടെ യാത്ര ഇന്ന് മുതൽ തുടങ്ങുകയാണ് ടു മുസോറി എന്നുള്ളത്. റൈറ്റ്. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞ എക്സാമിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം. നിങ്ങളോട് പലപ്പോഴും നിങ്ങളുടെ പല ഫ്രണ്ട്സും പല ഫാമിലിയിലുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ടായിരിക്കും, സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോൾ IAS, IPS, IFS എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആക്ച്വലി ഈ IAS-ഉം IPS-ഉം IFS-ഉം മാത്രമാണോ സിവിൽ സർവീസ് എക്സാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആക്ച്വലി ഈ എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഗ്രേഡ് ഓഫീസേഴ്സ് എന്ന് വിളിക്കപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ഓഫീസേഴ്സിന് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ തന്നെ ഗ്രേഡുകളാക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C, ഗ്രേഡ് D എന്ന് പറഞ്ഞിട്ടുള്ള 4 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ ഏറ്റവും വലിയ ഓഫീസേഴ്സ് പോസ്റ്റിങ്ങിലുള്ള ഗ്രേഡ് Aയിലേക്ക് നടത്തുന്ന എക്സാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ ഗ്രേഡ് A ഓഫീസേഴ്സിനെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യുന്ന എക്സാം ആണ് ആക്ച്വലി ഇത് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേഡ് A എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ, ഒരുപാട് ഗ്രേഡ് A ഓഫീസേഴ്സ് ഉണ്ട്, ഓഫീസർ പോസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളാണ് നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുള്ള IAS, IPS, IFS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ. എന്നാൽ ഇത് മാത്രമല്ല ഈ എക്സാമിന് വഴി UPSC കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് പുറമേ കുറെ പോസ്റ്റുകളുണ്ട്. കുറച്ച് പോസ്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. സോ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, IAS കേട്ടിട്ടുണ്ടായിരിക്കും, IPS കേട്ടിട്ടുണ്ടായിരിക്കും, IFS-ഉം കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ ഈ 2 പോസ്റ്റുകളെ സാധാരണഗതിയിൽ വിളിക്കുന്നത് IAS-നെയും IPS-നെയും ഓൾ ഇന്ത്യൻ സർവീസ് എന്ന രൂപത്തിലാണ് അറിയപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 പോസ്റ്റിനെയും പലപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യപ്പെടാറുള്ളത്, വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള പോസ്റ്റുകളായിട്ട് സാധാരണക്കാർ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ,
ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇതിന് താഴെയുണ്ട്. താഴെ എന്ന് പറഞ്ഞാൽ ഇതിന് കൂടെ തന്നെ ഉണ്ട്. ഏറെക്കുറെ 23ഓളം സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സിവിൽ സർവീസ് എക്സാം വഴി സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിൽ ചില സർവീസുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന IAAS എന്ന് പറയുന്നത്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്. ഇവിടെ പൊളിറ്റിക്കൽ പ്രഷർ ഒന്നുമില്ല, ഡയറക്ട്ലി പ്രസിഡന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഇവർ. വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ്. പണ്ട് കാലത്ത് ഇന്ത്യയിൽ മാത്രമേ ഇവർ ഉണ്ടായിരുന്നുള്ളൂ, ഇവർക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇന്റർനാഷണലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലണ്ടനും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓഡിറ്റിംഗ് ഇവർ പോകാറുണ്ട്. ഇവർക്ക് പ്ലേസ്മെന്റ് മറ്റു സംഭവങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഓഫീസേഴ്സ് ഗ്രൂപ്പാണ് ആക്ച്വലി എന്ത് ഈ IAAS എന്നുള്ള കാറ്റഗറി വരുന്നത്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ വരുന്നത്. അതിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ആനി എന്നുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയുള്ള കുട്ടി, അവൾ ചൂസ് ചെയ്തത് IAS ആണ്. റൈറ്റ്, IAS കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു, പക്ഷെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് IAAS ആണ്. റൈറ്റ്. ദെൻ മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ്. IRS രണ്ട് രൂപത്തിൽ IRSനെ പറയും. ഒന്ന് ഇന്ത്യൻ റവന്യൂ സർവീസും ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഇന്ത്യയുടെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിന്റെ റവന്യൂ IRSും ഉണ്ട്. IT എന്ന് പറയും, ഇൻകം ടാക്സ് എന്നും പറയും. രണ്ടും രണ്ടാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനാണ് IRS ഓഫീസേഴ്സ് അലങ്കരിക്കുന്നത്. പ്രത്യേകിച്ച് മോഡി ഗവൺമെന്റ് കീഴിൽ ഏറ്റവും കൂടുതൽ മോഡി ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് പൊസിഷനാണ് ഈ IRS, IT-യും അതുപോലെ തന്നെ കസ്റ്റംസും വരുന്നത്. റൈറ്റ്, ഇൻകം ടാക്സും കസ്റ്റംസും രണ്ടും ഉണ്ട്. റൈറ്റ്. പിന്നെ അതിനുശേഷം IRMS പോലുള്ള സർവീസുകളുണ്ട്. IRMS എന്ന ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് പോലുള്ള സർവീസുകളുണ്ട്. പിന്നെയും ഒരുപാട് സർവീസുകൾ നമുക്ക് പറയാൻ വേണ്ടി ഡിഫൻസുമായി ബന്ധപ്പെട്ട സർവീസുകൾ. കാരണം ലാസ്റ്റ് വൺ ഗ്രേഡ് ബിയിൽ വരുന്ന ചില പോസ്റ്റുകളുണ്ട്. പോണ്ടിച്ചേരി സർവീസ്, പോലീസ് സർവീസ് എന്ന് പറയുന്ന സർവീസസും ഇതിൽ വരുന്നുണ്ട്. സോ റിമെമ്പർ ദിസ് പോയിന്റ്. 23ഓളം സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ആളുകളെ പ്ലേസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇത്, ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം. റൈറ്റ്. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് IAS-കാരുണ്ടാക്കാനും IPS-കാരുണ്ടാക്കാനും ഒരു IFS-കാരുണ്ടാക്കാൻ മാത്രമല്ല, 23ഓളം പൊസിഷനിൽ എന്താണ് ഇന്ത്യക്കാരെ പ്ലേസ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ സിറ്റിസൺസിനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മിടുക്കരായിട്ട് വരുന്ന ആളുകളെ പ്ലേസ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ആക്ച്വലി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. 23ഓളം പൊസിഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഗ്രേഡുകൾ വളരെ വളരെ എല്ലാത്തിനും ഗവൺമെന്റ് ഒരുപാട് തരത്തിലുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഗ്രേഡ് A ഓഫീസേഴ്സ് ആണ്. ഒരേ സമയം തന്നെ IAS-കാരെ പോലെ തന്നെ ഈക്വൽ പവർ ഗ്രേഡ് വഹിക്കുന്ന ആളുകളാണ് IRS-ലെയും IRMS-ലെയും IRS-ലെയും IAS-ലേക്ക് ഓഫീസേഴ്സ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അപ്പം ഒരു സർവീസ് മാത്രമല്ല, ഈ കേവലം 2-3 സർവീസ് മാത്രമല്ല, 23ഓളം സർവീസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടത്, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ എലിജിബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 4 മിനിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ, 4 മിനിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. എന്താണ് ആ 4 മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്? ഈ 4 മിനിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറെക്കുറെ ഈ 4 അറ്റംപ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഇതിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള. ഫസ്റ്റ് വൺ വരുന്നത്, ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്ന ക്രൈറ്റീരിയ വരുന്നത് നാഷണാലിറ്റി ആണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. റൈറ്റ്, ആയിരിക്കും. റൈറ്റ്. എന്നാൽ അതേസമയം തന്നെ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? വ്യത്യാസം എന്ന് പറയുന്നത്, ഈ എക്സാം ആക്ച്വലി ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണെന്നുള്ളതല്ല, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായി എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്: IAS, IFS, IPS. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള സർവീസിലൊക്കെ തന്നെ ചില എക്സെപ്ഷണൽ കേസുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ IRMS പോലുള്ള സർവീസിലോ അല്ലെങ്കിൽ മറ്റുള്ള സർവീസുകളിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്കും ഇവിടെ സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. അപ്പൊ 4 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസ് ആണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ക്വാളിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഈ എക്സാമിനുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്. എന്താണ് ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്? 21 വയസ്സ് നിങ്ങൾക്ക് ആയിരിക്കണം. റൈറ്റ്. 18 വയസ്സല്ല കേട്ടോ, 18 വയസ്സ്. ഇവിടെ നമ്മുടെ നാട്ടിൽ 18 വയസ്സാണ് വോട്ട് ചെയ്യാൻ റൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 21 ഏജ് ആയിരിക്കണം. 21 വയസ്സാവണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ്.
ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പക്ഷെ അതേ സമയം തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞില്ലേ. സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ മനുഷ്യന്മാരും ഒരേ കാറ്റഗറിയിലല്ല ജീവിക്കുന്നത്. കുറെ പേർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടായിരിക്കാം, കുറെ പേര് സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ചില ആളുകൾ ജന്മന അവർ എന്ത് ചെയ്യാം ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് തരത്തിൽ ചില ആളുകൾ റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കാം, അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല, മറ്റു സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ മനുഷ്യന്മാരുടെ ലൈഫിലുണ്ട് അല്ലേ. ഇന്ത്യൻസിന്റെ ഇടയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി അഡ്രസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റിസർവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് പോലെ തന്നെ എന്താണ് എലിജിബിലിറ്റിയിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് നാല് പെർട്ടിക്കുലർ ഏജ് കാറ്റഗറീസ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. ആ 4 കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വരുന്നത് ജനറൽ കാസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. ജനറൽ കാസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 21 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. റൈറ്റ്. 32 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്, നിങ്ങൾക്ക് 6 തവണ മാത്രമേ നിങ്ങൾ ജനറൽ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ചിട്ട് 21 വയസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 32 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ്, നിങ്ങളുടെ 6 അറ്റംപ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. റൈറ്റ്. നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് 32 വയസ്സായിട്ടുണ്ടെങ്കിൽ, ഓഗസ്റ്റ് 1 നിങ്ങൾക്ക് 32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ക്ലോസ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒ ബി സി കാറ്റഗറി. OBC കാറ്റഗറിക്കും 21 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ OBCക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അവർക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 35 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര വയസ്സ് വരെ? 35 വരെ അവർക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ ഒരു ക്ലോസ് വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ 9 തവണയെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 9 തവണ കേട്ടോ. അവിടെ 6 ആണെങ്കിൽ ഇവിടെ ഒരു 3 പ്രാവശ്യം കൂടി കൂടുതൽ കിട്ടി. 9 തവണയെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? റൈറ്റ്. ദെൻ SC/ST കമ്മ്യൂണിറ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും 21 വയസ്സ് തന്നെ, പക്ഷേ 37 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്പർ ഓഫ് അറ്റംപ്റ്റിനെ സാധാരണഗതിയിൽ കൗണ്ട് ചെയ്യാറില്ല, അത് അൺലിമിറ്റഡ് എന്ന രൂപത്തിലാണ് പറയാറുള്ളത്. റൈറ്റ്. അതായത് ഇത്ര നമ്പർ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്യില്ല, ഇവിടെ UPSC പറയുന്നില്ല. ഇനി പക്ഷെ 37 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട്, PWD, പേഴ്സൺ വിത്ത് ഡിഫിക്കൽട്ടീസ്. ഓക്കെ. അഥവാ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ എന്താണ്, ഭിന്നശേഷിക്കാരെന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഓക്കെ. ദിവ്യാംഗ് എന്ന കമ്മ്യൂണിറ്റി. ദിവ്യാംഗ് കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ 21 മുതൽ 42 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം എഴുതാം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ തന്നെ ഐലൻഡിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, നിസ ഉണ്ണിരാജ് എന്നാണ് പേര്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നിസ സ്കോർ ചെയ്തത്, നിസയ്ക്ക് ഈ പ്രാവശ്യം 1000 ആണ് റാങ്ക് വന്നത്. ഈ വർഷം നിസ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നിസയുടെ 8ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. 40 വയസ്സായിട്ടുണ്ട് നിസയ്ക്ക്. നിസയുടെ കേൾവിക്ക് ഒരു പ്രശ്നമുണ്ട്, കേൾവി കുറവാണ് നിസയ്ക്കുള്ളത്. മെഷീൻസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ആള് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി അക്കൗണ്ട് സർവീസിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതായത് SSC എഴുതി കയറിയിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ ആദ്യമായി അവര് UPSC സിവിൽ സർവീസ് എക്സാം പാസ്സായി. അതിലുള്ള സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ 7 വർഷം അവർ ഒറ്റയ്ക്കായിരുന്നു പ്രിപ്പയർ ചെയ്തത്. 8ാമത്തെ ഈ വർഷം അവർ എന്ത് ചെയ്തു, ഐലൻഡിൽ വന്ന് പ്രിപ്പയർ ചെയ്തു. അവരിപ്പോൾ സർവീസിലുണ്ട്. റൈറ്റ്. സോ PW കാൻഡിഡേറ്റ്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 42 വയസ്സ് വരെയാണ് അവർക്കുള്ളത്. അവർക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം. അറ്റംപ്റ്റ് നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്പർ എന്ത് ചെയ്യാം, അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. റൈറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 21 മുതൽ 9 കഴിയുമ്പോൾ 30 സംതിങ് ആയല്ലോ. റൈറ്റ്. 31 ഒക്കെ. പക്ഷേ അവിടെ നമ്പർ ഇവിടെ എത്ര വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യും. 21 മുതൽ 37 എത്ര വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രത്യേകത. റൈറ്റ്. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഏജുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്രൈറ്റീരിയ നമ്മൾ കവർ ചെയ്തു, നാഷണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ജനനം കൊണ്ട് നമ്മളെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് അല്ലേ. ദെൻ രണ്ടാമത് എന്താണ്, ഏജ് ബേസ്ഡ് ആയിരുന്ന കാറ്റഗറി. ഏജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഏജിൽ പലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടായിരിക്കും. ഏത് പെർട്ടിക്കുലർ ഏജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വരുന്നത്, നമുക്ക് എത്ര വരെ എഴുതാം എന്നൊക്കെയുള്ളതായിരിക്കും. ജനറൽ കാസ്റ്റ് ആണെങ്കിൽ 32 വയസ്സ് വരെ 6 അറ്റംപ്റ്റ്. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ 9 അറ്റംപ്റ്റ് എഴുതാം. ദെൻ SC/ST ആണെങ്കിൽ 37 മുതൽ
അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള 37 വരെ അൺലിമിറ്റഡ് ആണ്. PWD കാൻഡിഡേറ്റ് 42 അൺലിമിറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത് വരുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മിനിമം ഡിഗ്രി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് വരുന്നത്. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക. അതെന്താ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാം. അത് ഓപ്പൺ ഡിഗ്രി ആയിരിക്കാം കേട്ടോ. UGC അംഗീകരിച്ചിട്ടുള്ള ഒരു നല്ലൊരു കോളേജിൽ നിന്ന്, അല്ലെങ്കിൽ ഓപ്പൺ കോളേജും ആവാം. അപ്പൊ ഇഗ്നു എന്നൊക്കെ നിങ്ങൾക്ക് ആവാം. നിങ്ങൾക്ക് നല്ല രൂപത്തിൽ എന്ത് ചെയ്യാം, ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ സപ്ലി കുടുങ്ങിയെന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. സപ്ലി ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാജുവേഷൻ പാസ്സായിരിക്കുന്ന ആളുകളായിരിക്കണം. ഗ്രാജുവേഷൻ പാസ്സായ ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഒരു മാറ്ററേ അല്ല. നിങ്ങൾ ഏത് വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്ത്, ഏത് വയസ്സിലാണ് ഡിഗ്രി എടുത്തതൊന്നും ഒരു മാറ്റർ അല്ല. റെസ്പെക്റ്റീവ് ഓഫ് എന്താണ് നിങ്ങൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യാണ്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ എക്സാം നല്ല രൂപത്തിൽ ഡിഗ്രി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ മൂന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു. ദെൻ നാലാമത്തെ ക്രൈറ്റീരിയ എന്താ വരുന്നത്? നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഏജ് ഡിസ്കസ് ചെയ്തതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ്? OBC കമ്മ്യൂണിറ്റി ആണെങ്കിൽ 35 വയസ്സ് വരെ, ജനറൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ 32 വയസ്സ് വരെ, റൈറ്റ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു SC കമ്മ്യൂണിറ്റി ആണെങ്കിൽ എന്താണ് 37 വയസ്സ് വരെ. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് PW കാൻഡിഡേറ്റ് ആണെങ്കിൽ 42 വയസ്സ് വരെ. അതിൽ 2 കാറ്റഗറിക്കാണ് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഉള്ളത്. ഒന്ന് ജനറൽ കമ്മ്യൂണിറ്റിക്ക് 6 അറ്റംപ്റ്റ് എഴുതാം. 2 OBC കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാം, 9 അറ്റംപ്റ്റ്. ബാക്കി 2 കാറ്റഗറിക്കും എന്തില്ല, നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. PWയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറയുന്ന കാറ്റഗറിക്ക് വരുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺലിമിറ്റഡ് ആണ് SC ST കാറ്റഗറിയിലേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനിയാണ് ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. എന്താണ്? UPSC സിവിൽ സർവീസ് എക്സാമിന്റെ സ്ട്രക്ചർ എന്താണ്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, എന്തെല്ലാം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട, എത്ര തരത്തിലാണ് ഈ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദ സ്ട്രക്ചർ ഓഫ് എക്സാം പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രക്ചർ മൊത്തം നമുക്ക് കവർ ചെയ്യാൻ നോക്കാം, റൈറ്റ്. സോ സ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ട് സ്ട്രക്ചർ ഓഫ് എക്സാം എന്ന് പറയുമ്പം ഈ എക്സാമിന് ആക്ച്വലി 3 ഡയമെൻഷണൽ എക്സാം ആണ് UPSC ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. 3 ഡയമെൻഷണൽ എക്സാം. എന്താണ് 3 ഡയമെൻഷണൽ എക്സാം? 3 സ്റ്റേജസ് ഉള്ള എക്സാം ആണ് UPSC ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 ഡയമെൻഷണൽ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ സ്റ്റേജിനെ വിളിക്കുന്നത് പ്രിലിമിനറി സ്റ്റേജ് എന്നുള്ളതാണ്. സാധാരണ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്റ്റേജ് ആണ്, അത് പ്രിലിമിനറി സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിനെ വിളിക്കുന്നത് മെയിൻസിന്റെ സ്റ്റേജ് എന്ന രൂപത്തിലാണ്, മെയിൻസ് എക്സാമിനേഷൻ എന്ന രൂപത്തിലാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ഇന്റർവ്യൂ സ്റ്റേജ് ഓർ പേഴ്സണാലിറ്റി അസസ്മെന്റ് സ്റ്റേജ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പൊ 3 രൂപത്തിലാണ് ഇവിടെ സ്റ്റേജ് എന്ത് ചെയ്യുന്നത്, UPSC എക്സാമിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. 1 പ്രിലിമിനറി സ്റ്റേജ്, 2 മെയിൻ സ്റ്റേജ്, 3 ഇന്റർവ്യൂ സ്റ്റേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട് ഈ 3 സ്റ്റേജ് എന്താണെന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ 3 സ്റ്റേജിന്റെയും ഇൻഡെപ്ത് അനാലിസിസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തെല്ലാമാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് ആ 3 സ്റ്റേജിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്റ്റേജ്. എന്താണ് പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ്? ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് 2 പെർട്ടിക്കുലർ പേപ്പേഴ്സുകളാണ് UPSC നമ്മളോട് പഠിക്കാൻ വേണ്ടി പറയുന്നത്. പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിൽ നിങ്ങളോട് UPSC പഠിക്കാൻ വേണ്ടി പറയുന്നത് 2 പെർട്ടിക്കുലർ പേപ്പറാണ്. ഒന്ന് ജനറൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പർ, ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്ന പേപ്പർ. ജനറൽ സ്റ്റഡീസ് 1 നിങ്ങളോട് UPSC സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്ന 100 ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിക്കുക. 100 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പൊ 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ജനറൽ സ്റ്റഡീസ് 1 UPSC ചോദിക്കാൻ വേണ്ടി പോകുന്ന പ്രിലിംസിൽ. അതിലെ മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് CSAT പേപ്പർ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഓർ CSAT പേപ്പർ എന്ന് പറയും. ഈ CSAT പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 80 ക്വസ്റ്റ്യൻ ആണ്. 80 പേപ്പർ 1 നമുക്ക് വന്നത് GS വന്നിട്ടുള്ളത്, GS നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ 80 ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടാവുക. GS നമുക്ക് 2 മാർക്കാണെങ്കിൽ ഇവിടെ 2.5 മാർക്സ് ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതായത് 2.5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ടാവുക.
ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് നോളജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള പേപ്പറാണ്. സബ്ജക്ട് നോളജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ എക്കണോമിക്സ്, കറണ്ട് അഫെയർ, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സബ്ജക്ട് നോളജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എക്സാം ആണ് ഫസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ജനറൽ സ്റ്റഡീസ് എന്ന പേപ്പറിൽ കണ്ടക്ട് ചെയ്യുന്നത്. റൈറ്റ്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് CSAT പേപ്പർ ആണ്. ഇത് ക്വാളിഫയിങ് പേപ്പർ ആണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിമിനറി സ്റ്റേജിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്താലും ആ മാർക്ക് എന്ത് ചെയ്യില്ല, UPC ഒരു കാരണവശാലും നിങ്ങളുടെ ലാസ്റ്റ് മാർക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം ആണ്. ക്വാളിഫയിങ് എക്സാം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്താലും എന്താണ് അത് നിങ്ങളെ സംബന്ധിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് നിങ്ങൾ പാസ്സാവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം. UPSC സംബന്ധിച്ചിട്ട് UPSC 2 സ്ഥലങ്ങളിലെ 2 ടയറിലെ മാർക്കുകളാണ് UPSC ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസ് എക്സാമിലെയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിലെയും മാർക്സ് ആണ് UPSC എന്ത് ചെയ്യുന്നത്, UPSCയുടെ സിവിൽ സർവീസ് കാൻഡിഡേറ്റ്സിലേക്ക് അല്ലെങ്കിൽ സിവിൽ സർവീസ് സെലക്ഷനിലേക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന മാർക്ക്. പ്രിലിമിനറി ടെസ്റ്റ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ള ടെസ്റ്റ് മാത്രമാണെന്നുള്ള ഓർത്ത് വെക്കുക. അവിടുത്തെ മാർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാനോ നിങ്ങളുടെ പോസ്റ്റ് ഡിസൈഡ് ചെയ്യാനോ എടുക്കുന്നില്ല. അപ്പൊ എന്താ വരുന്നത്, അവിടെ മെയിൻസ് എക്സാം ഉണ്ട്. റൈറ്റ്. മെയിൻസ് എക്സാമിൽ എന്താണ് മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ നമുക്കറിയണം. ജനറലി മെയിൻസ് എക്സാമിൽ എന്ന് പറയുന്ന എക്സാമിൽ 9 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാം. 9 പേപ്പർ. ഈ 9 പേപ്പറിൽ 7 പേപ്പറിന്റെ മാർക്കാണ് UPSC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 7 പേപ്പറിന്റെ എത്ര മാർക്ക് വെച്ചിട്ടാണ്, 250 മാർക്ക് വെച്ചിട്ടാണ് UPSC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ 7 പേപ്പറിന് ഒന്നുണ്ടായിരിക്കും 250 മാർക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ 1750 മാർക്കാണ് മെയിൻസിന് UPSC എന്ത് ചെയ്യുന്നത് നമുക്ക് തരാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൽ ടയർ 2 അല്ലെങ്കിൽ ഡൈമെൻഷൻ 2 അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ UPSC 1750 മാർക്കാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മാർക്കാണ് നിങ്ങൾ ഡിസൈഡിങ് ഫാക്ടറായി മാറുന്നത്. ഇതിൽ എത്ര നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ 3rd ടയറിലേക്ക് വന്നപ്പം ഇവിടെ നിന്നും മാർക്ക് എടുക്കും UPSC, ഇവിടെ നിന്നും മാർക്ക് എടുക്കും. അഥവാ മെയിൻസിന്റെ മാർക്കും UPSC എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിലിംസിന്റെ മാർക്കും UPSC എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേഴ്സണാലിറ്റി ടെസ്റ്റ് 275 മാർക്കാണ്, 275 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എടുക്കുന്നത്. 275 മാർക്ക് എത്രയല്ല, ഇവിടെ 1750 പ്ലസ് 275 ആണ് വരുന്നത്. അപ്പൊ ഗ്രാൻഡ് ടോട്ടൽ എത്ര, 2025 ഈ ഇയറിലെ മാർക്ക്, ഈ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്ക്. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2025 നിങ്ങൾ ഏതാ, നിങ്ങളെ പ്രിലിംസ് നിങ്ങളുടെ സിവിൽ സർവീസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർ ഏതാണ്, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഇയറിന്റെ മാർക്കാണ് എന്ത് ആക്ച്വലി എന്ത് ചെയ്യുന്നത് UPSC ഇവിടെ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അതിനർത്ഥം അടുത്ത വർഷം ആകുമ്പോൾ 2026 ആവില്ല. റൈറ്റ്. ഇത് തന്നെയാണ് മാർക്ക്. 24, 25, 26 മാർക്ക് തന്നെയാണ് 2025 മാർക്കാണ് വരുന്നത്. ഇനി ഈ 2025 മാർക്കിൽ ടോപ്പേഴ്സ് എത്ര സ്കോർ ചെയ്യുന്ന നമുക്ക് നോക്കാം. ടോപ്പേഴ്സ് എത്ര സാധാരണ സ്കോർ ചെയ്യുക, നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഗസ് ചെയ്യൂ എനിക്ക്. എത്രയായിരിക്കും ടോപ്പേഴ്സ് സ്കോർ ചെയ്തിട്ടുണ്ടാവുക എന്ന്, ഏറ്റവും എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും പറയാൻ വേണ്ടി പറ്റുമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. എത്രയായിരിക്കും മിനിമം. നിങ്ങൾ ChatGPT നോക്കരുത് കേട്ടോ, ChatGPT നോക്കരുത്. അല്ലാതെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അഫ്രീൻ യെസ് 1500, അറൌണ്ട് 1000, 1100 യെസ് 1000 യെസ് റൈറ്റ് 1000. ഓക്കെ റൈറ്റ്. ഓൺ ആൻ ആവറേജ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 1000 to 1200 മാർക്കിനിടയിലാണ് ടോപ്പേഴ്സ് സ്കോർ ചെയ്യുന്ന മാർക്ക്. 1000 to 1200 മാർക്കിനിടയിൽ, അതായത് വെറും ഏറ്റവും താങ്ക് യു സോ മച്ച് 1200 ബസ്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിന്റെ മാർക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന എത്രയൊക്കെ 99.9 കിട്ടുന്ന ആളുണ്ടായിരിക്കും, 97 ഉണ്ടായിരിക്കും, 98 ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ റിമെമ്പർ ദിസ് പോയിന്റ്, UPSC എക്സാം ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം അക്കാഡമിക് എക്സാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രൂപത്തിൽ ഒരു കാരണവശാലും ഒരു അക്കാഡമിക് എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. അല്ലെങ്കിൽ തിരിച്ച് ഒരു അക്കാഡമിക് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം രണ്ടിലും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്.
ഇതിൽ ഏറ്റവും മിനിമം ഉള്ള ഒരു വേറെ മിനിമം ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. 2025 നിങ്ങൾക്ക് മാക്സിമം അത് ഒരു 1000 to 1100 വരെയുള്ള മാർക്കിനിടയിലായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും കിട്ടാൻ. അതായത് ഈ കാൻഡിഡേറ്റ്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ടോപ്പ് കാൻഡിഡേറ്റ് സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്ന മാർക്കാണ് ഞാൻ പറയുന്നത്. 54% to 55% താഴെ ഇതുവരെ UPSC ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ 55% മുകളിൽ ആരും സ്കോർ ചെയ്തിട്ടില്ല. നോക്കൂ, ഈ എക്സാമിന്റെ മാർക്ക് പ്ലേസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നോക്കൂ നിങ്ങൾ. 55% മുകളിൽ ഇന്ന് വരെ ആരും മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു എക്സാം സ്ട്രക്ചറാണ് UPSC ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ എവിടെ നിന്നാ മാർക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന UPSC? മെയിൻസ് എക്സാമിൽ നിന്നും പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിന്നും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയാണ് നമ്മൾ മെയിൻസിലേക്ക് നമ്മൾ കടക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ട്രാപ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അക്കാഡമിക് രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ എന്തിനെ അപ്രോച്ച് ചെയ്യരുത്, ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു ഗൈഡൻസിലൂടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ വേണ്ടി പാടുള്ളൂ ഈ എക്സാമിന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തും. ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമ്മുടെ അറ്റംപ്റ്റുകളുടെ നമ്പർ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഗൈഡൻസിന്റെ രൂപത്തിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ മാർക്ക് കാണിച്ചു തരുന്നത്. റൈറ്റ്. അപ്പം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എക്സാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. പ്രിലിംസ് ടെസ്റ്റിൽ 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ വരുന്നുണ്ട്, ദെൻ CSAT പേപ്പർ ഒരു ജനറൽ സ്റ്റഡീസ് 2. CSATൽ നിങ്ങളുടെ ക്വാളിഫയിങ് പേപ്പർ ആണ്. ഓൾറെഡി എക്സാമിന്റെ ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം ക്വാളിഫയിങ് ആണെങ്കിൽ തന്നെ ഇവിടെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഉണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ വരും, ജനറൽ സ്റ്റഡീസിൽ വരും, 1ൽ വരും. റൈറ്റ്. ഡിപ്പെൻസ് ഓൺ ഓരോ ഇയർലിയും കട്ട് ഓഫുകൾ മാറി മറിയാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ. പക്ഷേ CSAT ഓർ ജനറൽ സ്റ്റഡീസ് 2 പേപ്പറിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു പെർമനന്റ് കട്ട് ഓഫ് ആണ് UPSC വെച്ചിരിക്കുന്നത്. 33% കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ, 33% കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ, അതായത് 200ൽ നിങ്ങൾക്ക് 66+ മാർക്ക് നിങ്ങൾക്ക് 66+5 കിട്ടിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ചില കുട്ടികളൊക്കെ നമ്മുടെ തന്നെ ഐഡിയുള്ള ചില സ്റ്റുഡൻസുകൾ സർവീസ് കയറിയിട്ടുള്ള ചില കുട്ടികളുടെ CSATന്റെ മാർക്ക് എത്രയാണെന്ന് അറിയോ? 66.5 കിട്ടിയ ആളുകളുണ്ട്. എന്നിട്ട് ആദ്യം 100ൽ വന്ന ആളുകളുണ്ട്. ഓപ്പൺലി പേര് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമേ പേര് പറയാതിരിക്കുന്നത്. റൈറ്റ്. 66.5 സ്കോർ ചെയ്തിട്ട് സർവീസ് കയറിയ ആളുകളുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ എന്തുകൊണ്ട് അവർ 66 സ്കോർ ചെയ്തു, അത്ര സ്കോർ ചെയ്താൽ മതി എന്ന് വെച്ചിട്ടല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CSAT പേപ്പറിൽ വലിയ തരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ UPSC വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കി ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടാണ് UPSC ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാൻഡിഡേറ്റ്സും ഈ CSAT പേപ്പർ, ക്വാളിഫയിങ് പേപ്പർ പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തോറ്റു പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഫസ്റ്റ് സ്റ്റേജ് കയറാൻ പറ്റാത്തതാകുന്ന കുറേ കുട്ടികൾ നമുക്കറിയാം. റൈറ്റ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഒരു കാരണവശാലും CSATനെ തള്ളിക്കളയരുത്. ജസ്റ്റ് കേവലം 33% അല്ലെങ്കിൽ 66% 66 മാർക്കാന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് CSATനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ തള്ളിക്കളയരുത്. ഐലൻഡ് ഇഗ്നൈറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ സൺഡേസ് നടത്തുന്നതിൽ CSATന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസും എന്ത് ചെയ്യും, അവിടെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. റൈറ്റ്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പേപ്പർ പേടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. സോ ഹോളിസ്റ്റിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. 3 സ്റ്റേജുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇൻഡെപ്തിൽ പോയി നോക്കാം. ഇൻഡെപ്ത് പോയി നോക്കുന്ന സമയത്ത് ഇൻഡെപ്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജ് പ്രൈമറി, നമ്മൾ പറഞ്ഞ പ്രിലിമിനറി സ്റ്റേജിനെ നമുക്ക് എങ്ങനെയെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെയിൻസിലേക്കും അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ടേക്ക് പോകാം. സോ 1 by 1 ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഓരോ ഏരിയ ഞാൻ കവർ ചെയ്യാം. ഓരോ ഏരിയ കവർ ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് വരാം. നമ്മളിപ്പോൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിലിമിനറി ടെസ്റ്റിൽ നമ്മൾ അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്രിലിമിനറി പേപ്പർ എന്ന് പറയുന്നത് സ്റ്റേജിൽ 2ആയിട്ടും, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, 2ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്നുള്ളതും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന രൂപത്തിലും, ഓർ CSAT എന്നാണ് പോപ്പുലർലി നമ്മൾ അറിയപ്പെടുന്നത് ഈ പേപ്പറിനെ. ജനറൽ സ്റ്റഡീസ് 1ല് ഓവറോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട എന്താണ് സബ്ജക്ട് നോളജ് സച്ച് ആസ്
കറണ്ട് ഇവന്റ്സിനെ കുറിച്ച് നിങ്ങളുടെ ബോധം എത്രയാണ്, നിങ്ങളുടെ അറിവ് എത്രയാണ്? 2, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്താണ്, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എന്താണ്, ഇന്ത്യൻ പോളിറ്റി എങ്ങനെയാണ്, ഗവേണൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എക്കണോമി എങ്ങനെയാണ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്താണ്, എൻവയോൺമെന്റൽ എക്കോളജി എങ്ങനെയാണ്, ജനറൽ സയൻസ് എങ്ങനെയാണ്, ടെക്നോളജിയിൽ വന്ന മാറ്റം എന്താണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വേറെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്, മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കവർ ചെയ്യാണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കവർ ചെയ്യാണ്ടല്ലേ? ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇഗ്നൈറ്റിലുള്ളത്? ഇഗ്നൈറ്റിന്റെ സാറ്റർഡേ ക്ലാസ്സുകളിൽ ഐലൻഡ് തന്നെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കൊക്കെ ഏറ്റവും സിമ്പിളായി പഠിപ്പിച്ചു തരും. നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പം എല്ലാ ടോപ്പിക്കിന്റെയും ബേസ് നിങ്ങളത് സ്ട്രോങ് ആയിരിക്കും. എല്ലാ ടോപ്പിക്കിന്റെയും ബേസ് നിങ്ങൾ സ്ട്രോങ്. അതായത് നിങ്ങളൊരു PCM ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം, അതായത് കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും എന്താണ് ഈ എക്സാം എന്നുള്ളത്. റൈറ്റ്. അപ്പം ഈ പറയുന്ന GSന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ശനിയാഴ്ചകളിൽ ഐലൻഡ് ഫാക്കൽറ്റീസ് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. റൈറ്റ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ജനറൽ സ്റ്റഡീസ് 2. സൺഡേസിലെ നിങ്ങളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? CSATന്റെ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഈ CSATുമായി ബന്ധപ്പെട്ട് വരുന്ന കോംപ്രഹെൻഷൻ ആവാം, ലോജിക്കൽ റീസണിങ് ആവാം, അനലിറ്റിക്കൽ തോട്ട് ആവാം, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും? ആക്ച്വലി എന്ത് ചെയ്യുന്ന വെച്ചാൽ UPC എന്ത് ചെയ്യും? UPCക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കാം. റൈറ്റ്. 66.67 മാർക്കായിട്ട് വരുന്നത്. 66+ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാർക്കായിരിക്കും. അപ്പം അത് പാസ്സാവാനുള്ള രൂപത്തിലുള്ള സ്കില്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട, വറീഡ് ആവണ്ട. സോ ഓർത്ത് വെക്കുക, പ്രിലിമിനറി സ്റ്റേജിന്റെ മാർക്ക് 200 മാർക്കാണ്. ആ 200 മാർക്ക് എത്ര സ്കോർ ചെയ്യുന്നുള്ളത് വേരിയബിൾ ആണ്. ഓരോ വർഷവും കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫിൽ CSATന്റെ മാർക്ക് എടുക്കില്ല. കാരണം 66% മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും ഈ 200 മാർക്ക് എന്ന് പറയുന്നത് എവിടുന്ന വരുന്നത്? ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ 200 മാർക്കാണ് സാധാരണഗതിയിൽ കട്ട് ഓഫ് ആക്കി എടുക്കാറുള്ളത്. 2 മണിക്കൂറിന്റെ എക്സാം ആണ് UPC ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് അത് ജസ്റ്റ് ഒരു പ്രിലിമിനറി സ്റ്റേജ് അല്ലേ? അതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് പ്രശ്നമാണെന്ന് പറയാനുള്ള കാരണം 10 ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമില് 5 ലക്ഷം കുട്ടികൾക്ക് അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ എക്സാമിന്. സോ ഞാൻ പറഞ്ഞു വന്നത്, പ്രിലിമിനറി ടെസ്റ്റ് സിമ്പിൾ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഉള്ളത്. നമുക്ക് 2014, 15, 16, 17 കാലഘട്ടങ്ങളെല്ലാം CSATന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സിന്റെ പേപ്പർ നിങ്ങൾ നോക്കാതെ പോയാൽ പോലും നിങ്ങൾക്ക് കോംപ്രഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? കോംപ്രഹെൻഷൻ വായിക്കാതെ തന്നെ ആൻസർ വായിച്ച് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന അത്രമാത്രം സിമ്പിൾ ആയിരുന്നു. 14, 15, 16 ഒക്കെ ഉണ്ടായിരുന്നത്, 17 വരെ ഉണ്ടായിരുന്നത്. പക്ഷെ 18 മുതൽ CSAT കുറച്ച് പാടാക്കാൻ വേണ്ടി തുടങ്ങി, കുറച്ച് കഷ്ടപ്പാടാക്കാൻ വേണ്ടി തുടങ്ങി UPC. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത് 120, 110, 115 ഇതൊക്കെ ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം UPC എന്ത് ചെയ്തു വെച്ചാൽ CSAT പേപ്പർ വളരെ സ്ട്രോങ് ആക്കി വെച്ചത് കൊണ്ട് തന്നെ അതിന് പുറമെ അവർ GS പേപ്പറും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്ട്രോങ് ആക്കാൻ വേണ്ടി തുടങ്ങി. കാരണം പുതിയ കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ നമ്പർ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന എക്സാമിൽ എല്ലാവരും UPCക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ UPC മാക്സിമം ബ്രൂട്ടൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രിലിംസിൽ പെരുമാറാൻ നോക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 10 ലക്ഷം ആളുകൾ അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എക്സാമിൽ 5 ലക്ഷത്തിനടുത്ത് ആളുകൾ എഴുതുന്നുണ്ട് ഈ എക്സാം. ഇതിൽ ബ്രൂട്ടലായി മാറി അറൌണ്ട് ഒരു 14,000 ആളിലേക്ക് 13,000 ആളിലേക്ക് ചുരുക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? മെയിൻസിന്റെ കട്ട് ഓഫ് കൊണ്ടുവരുന്നത്. അഥവാ പ്രിലിം സ്റ്റേജിൽ നിന്ന് 5 ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷയിൽ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾ പേടിക്കണം. നിങ്ങൾ നേരത്തെയാണ്, ഞങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. റൈറ്റ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് 13,000 to 14,000 ആളുകൾക്ക് മെയിൻസിലേക്ക് എത്തുമ്പോൾ ഈ 5 ലക്ഷത്തിൽ നിന്ന് കട്ട് ചെയ്ത് 14,000, 13,000 ആളുകളിലേക്ക് ചുരുക്കും അത്. അപ്പൊ അത്രമാത്രം ബ്രൂട്ടൽ കട്ട് ഓഫ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്, UPC ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിനൊരു തെളിവായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 2018 കട്ട് ഓഫ് നിങ്ങൾ നോക്കൂ, 98 ആണ്. 17 വരികയാണെങ്കിൽ 110 ആണ്. 110 17 വരുന്നത്. പക്ഷെ അത് 98 ആയി. 2019 എത്തിയപ്പോൾ അതെന്തായി? 98 നിൽക്കുന്നത്. 2020 എത്തിയപ്പോൾ അതെന്തായി? 92 ഡിക്ലൈൻ ചെയ്തു.
2021 അത് 87 ആയി മാറി. ദെൻ 22 എന്തായി മാറി? 88% മാറി. നിങ്ങൾ നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 2023 100 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് 60% ക്വസ്റ്റ്യൻ അറിയില്ല, 40% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ പാസ്സാവുമായിരുന്നു. അതായത് 75.41 2023 കട്ട് ഓഫ് വന്നത്. കഴിഞ്ഞ വർഷം ചെറുതായ ഒരു മാറ്റം വന്നിട്ടുണ്ട്, അത് പിന്നെയും 87 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കും ഇനിയും കൂടി മുന്നോട്ടേക്ക് പോകില്ല കേട്ടോ. അഗെയിൻ കഴിഞ്ഞ വർഷത്തെ 2025 എക്സാമും ടഫായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു 80-85 ഉണ്ടാവുക. അതായത് 45 ആൻസർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയെങ്കിൽ, 45 എണ്ണം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് 90 പുറത്ത് മാർക്ക് കിട്ടും അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ എക്സാമിൽ അതായത് 100 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ 45 ക്വസ്റ്റ്യൻ വരെ പക്ക 100 നിങ്ങൾക്ക് അറിയെങ്കിൽ, നല്ല രൂപത്തിൽ അറിയെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന പല വർഷത്തിന്റെയും കട്ട് ഓഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, പക്ഷെ അത് ഒഴിവാക്കി വെച്ച് സംസാരിച്ചാൽ തന്നെ നിങ്ങൾ നോക്കൂ. അപ്പൊ 45% മാർക്ക് വരെ നമുക്ക് നേടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമാണ് UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യക്തമായ ധാരണയുള്ള സ്ഥലത്ത് നമ്മൾ വ്യക്തമായ കോച്ചിങ് എടുക്കണം. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ്? നേരത്തെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്പർ ഓഫ് അറ്റംപ്റ്റ് കുറച്ച് വേഗം സർവീസ് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് നോക്കൂ, ഈ എക്സാമിന്റെ ഒരു റിയാലിറ്റി ഞാൻ പറയുകയാണെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പ്രിലിംസിൽ വരാൻ വേണ്ടി പോകുന്നത്, റൈറ്റ്? നിങ്ങൾ എങ്ങനെ പഠിച്ചു പോയാലും, എത്ര തന്നെ വൃത്തിക്ക് പഠിച്ചു പോയാലും, നിങ്ങൾക്ക് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 40 ക്വസ്റ്റ്യൻ ആയിരിക്കും. 40 ഉണ്ടാവില്ല. 40 അത്രയും ബ്രില്യൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 40 അറിയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അറൌണ്ട് ഒരു 30 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? UPSC 30-35 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഞാനത് കളവ പറയുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ആസ്ക് ടു എനി പാർട്ടി. ഏതൊരു കുട്ടിയോടും സീരിയസ് ആയിട്ടുള്ള ഏതൊരു കാൻഡിഡേറ്റിനോടും നിങ്ങൾ ചോദിച്ചു നോക്കണം, ഞാൻ ഇങ്ങനെ പറയുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം. സർവീസ് ക്വാളിഫൈഡ് ആളുകൾ നിങ്ങൾക്ക് അറിയേണ്ട, അവരോട് ചോദിച്ചു നോക്കാം. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഏത് അറ്റംപ്റ്റ് ആവട്ടെ, ഏത് അറ്റംപ്റ്റിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്ന എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അവർ പറയും 30-35 എന്ന്. നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അതിലും ടോപ്പേഴ്സ് പ്രിലിംസിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയും, റൈറ്റ്? 30-35 ക്വസ്റ്റ്യൻസ് അറിയുന്നു. പക്ഷെ നമുക്ക് എത്ര വേണം? മിനിമം നമുക്ക് 40 വേണം അല്ലെ? മിനിമം നമുക്ക് 40 ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 80 ആവാൻ വേണ്ടി പറ്റുള്ളൂ. 45 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് 90 പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതെങ്ങനെ നമ്മൾ നേടും? അതെങ്ങനെ നമ്മൾ എഴുതും? ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റില്ല. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒന്ന് അവരെ വിളിക്കോ പെട്ടെന്ന്. ദേവിക ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഒന്ന് വിളിക്കൂ കേട്ടോ, വേഗം വിളിക്കൂ. സൂം ഇഷ്യൂ ആണോ? ഇത് സൂമിലുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. സൂമുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഇപ്പൊ കേൾക്കാം സാർ. എവിടെയെങ്കിലും ഒന്ന് തട്ടാവുകയാണെങ്കിൽ ഒന്ന് പറയണേ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. റൈറ്റ്, സൂം ഇഷ്യൂ ആണല്ലേ? ഓക്കെ, സോറി. സൂമിന്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. ഇവിടുത്തെ സിസ്റ്റം എല്ലാം ഓക്കെ ആണ്, നമ്മുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, റൈറ്റ്. എവിടെയെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നെ ഒന്ന് വാൺ ചെയ്യണേ. എന്നെ ജസ്റ്റ് ഒന്ന് ഇതേമാതിരി ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. റൈറ്റ്, ശരി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പ്രിലിംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഈവൻ ദോ ഒരു ക്വാളിഫയിങ് പേപ്പർ ആണെങ്കിലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അറിയുന്ന ക്വസ്റ്റ്യൻസ് 40-ലും താഴെ ആയിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെ അറിയുന്ന ക്വസ്റ്റ്യൻ 40 താഴെയാണെങ്കിലും നമ്മൾ എങ്ങനെ അതിന്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അയ്യോ ഇത്ര മാത്രം അറിയെങ്കിൽ പിന്നെ എങ്ങനെ പാസ്സാവുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. നോക്കൂ, പ്രിലിംസ് ടെസ്റ്റില് UPSC ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. എന്താണെന്നറിയോ? എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. UPSC ഒരിക്കലും എലിമിനേഷൻ ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ലോജിക്കലി അനലിറ്റിക്കലി ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ UPSC കടന്നാൽ മതി, പാസ്സായാൽ മതി എന്നുള്ളതാണ് UPSC പറയുന്നത്. കുറേ നിങ്ങൾ ബുക്കിഷായി പഠിച്ച് കുറേ കോണ്ടന്റ് കുറേ പഠിച്ചിട്ട് എന്ത് ചെയ്യുക കാര്യമില്ല.
നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽ യു പി സിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മാർട്ട് തിങ്കിങ് യു പി സിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയുള്ള ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റിനെ കുറിച്ച് ഒന്നും ഇവിടെ കൊടുത്തിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ഫോർമാറ്റിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോക്കൂടെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. മോണോസൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്താന്ന് പലർക്കും അറിയില്ല. മോണോസൈറ്റ്സ് എന്താണെന്ന് അറിയില്ല. വളരെ റെയർ ആയിട്ടുള്ള എന്തോ ഒരു സാധനം അറിയോ? എന്റെ ചോദ്യം ക്ലിയർ ആവുന്നുണ്ടോ? വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധനം അറിയോ നിങ്ങൾക്ക്? മോണോസൈറ്റ്സ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. എന്റെ ഓഡിയോ ക്ലിയർ അല്ലേ? എന്റെ ഓഡിയോ ക്ലിയർ അല്ലേ? മോണോസൈറ്റ്സിനെ പറ്റി പറഞ്ഞാൽ മാത്രം കേട്ടില്ല. ഓക്കെ. മോണോസൈറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം എന്തോ ഒരു റെയർ സാധനം നിങ്ങൾക്ക് അറിയോ? യെസ് സർ. റെയർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. എന്തോ റെയർ സംഭവം എന്നുള്ളത് നമുക്ക് അറിയാം കേട്ടോ. ഇനി വരണേ, എന്റെ കൂടെ വരണേ. നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതെന്തോ മോണോസൈറ്റ്സ് എന്തോ കേട്ടിട്ടുണ്ട്, എന്തോ റെയർ സാധനം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഇനി വരൂ കേട്ടോ. ഇനി എന്റെ കൂടെ വരൂ. റൈറ്റ്, നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 2022 ക്വസ്റ്റ്യൻ ആണ്. മോണോസൈറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റെയർ എർത്ത്. റൈറ്റ്, മോണോസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു റെയർ എർത്തിന്റെ സോഴ്സ് ആണ് എന്ന് പറയുന്നു. മോണോസൈറ്റ്സ് കണ്ടെയ്ൻസ് തോറിയം. നമുക്കറിയില്ല തോറിയം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. റൈറ്റ്, റെയർ ആയിട്ടുള്ള എന്താണ് എന്തോ ഒരു എലിമെന്റ് ആണെന്നുള്ള രൂപത്തിലാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. അതും നമുക്കറിയില്ല. റെയർ ആണെന്ന് പറയുന്നു. Then monocytes occurs naturally in the entire Indian coastal sands in India. The Indian coastal sands in India. എങ്ങനെയാണ്? Monocytes occur naturally in the entire Indian coastal sands in India. Then next one. In India, government bodies only can process or export monocytes. ഇതിന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമുക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി അല്ലേ? പക്ഷെ നമുക്ക് പതുക്കെ ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നറിയോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ റെയർ എർത്ത്. അപ്പൊ റെയർ എർത്ത് മെറ്റലോ എന്തോ സംഭവമാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. റൈറ്റ്, പക്ഷെ നമുക്കൊരു കാര്യം അറിയാം. ഇത് നമ്മൾ സാധാരണ കേൾക്കാത്തൊരു കോൺസെപ്റ്റ്, അയൺ ഓർ എന്നൊക്കെ പറയുന്ന പോലെ കേൾക്കാത്തൊരു സാധനമാണ് മോണോസൈറ്റ്സ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് നോക്കൂ. മോണോസൈറ്റ്സ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ ദ എൻറ്റയർ ഇന്ത്യൻ കോസ്റ്റൽ സാൻഡ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു റയർ ആയിട്ടുള്ള സാധനം ഇന്ത്യയുടെ എല്ലാ കോസ്റ്റലിലും, അതായത് ഗുജറാത്ത് മുതൽ അങ്ങനെ വളഞ്ഞു വന്ന് കേരളം വഴി തമിഴ്നാട് വരെ പോയിട്ട് നമ്മുടെ ഈ പറയുന്ന പോലെ വെസ്റ്റ് ബംഗാൾ വരെയുള്ള എല്ലാ ബീച്ചിലും മോണോസൈറ്റ്സ് കാണുകയാണെങ്കിൽ അതിന് റയർ ആയിട്ട് നമുക്ക് തോന്നാൻ വേണ്ടി പറ്റുമോ? യെസ് ഓർ നോ? നോ സർ. താങ്ക് യു അഫ്രീൻ. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പായി. എന്താണ്? നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഏതോ റയർ സാധനമാണ് ഈ മോണോസൈറ്റ് എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ റയർ ആണെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇന്ത്യയുടെ എല്ലാ കോസ്റ്റിലും ഈ മോണോസൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചൊരു ഗട്സ്, കുറച്ചൊരു പവർഫുൾ ആയിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എവിടെ നോക്കും? ഡിസിഷൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നീ ഡിസിഷൻ എടുക്കുന്നത് എന്താണ്? ഞാൻ ഈ 3നെ ഒഴിവാക്കുക എന്ന് പറയുന്നു. ബാക്കിയുള്ളത് എനിക്ക് അറിയില്ല. മോണോസൈറ്റ്സ് സോഴ്സ് ഓഫ് റയർ എർത്താണോ, മോണോസൈറ്റ്സ് കണ്ടെയ്ൻ തോറിയാണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് മാത്രമാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇത് റയർ സംഭവമാണ്, ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നതായിരിക്കില്ല എന്നാണ്. അത് 100% എലിമിനേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ താഴത്തേക്ക് നോക്കൂ. 1 2 3 1 2 4 3 4 1 2 3 4. നിങ്ങൾ ഏതാ എലിമിനേറ്റ് ചെയ്തത്? നമ്മൾ എലിമിനേറ്റ് ചെയ്തത് 3 ഉള്ളത് എലിമിനേറ്റ് ചെയ്തു. ഇവിടെ 3 ഇല്ല, ഇവിടെ 3 ഉണ്ട്, എലിമിനേറ്റ് ചെയ്തു. ഇവിടെ 3 ഇല്ല, എലിമിനേറ്റ് ചെയ്തു. ഇപ്പൊ ആൻസർ കിടക്കുന്ന എവിടെയാണ്? ബിയില്. ഇതാണ് റൈറ്റ് ആൻസർ. ഇതാണ് ആക്ച്വലി 2022 പ്രിലിംസിലെ റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് പറഞ്ഞത്. ഒരുപാട് നോളജ് വെച്ചിട്ടാണോ നിങ്ങൾ ഈ ആൻസറിലേക്ക് എത്തിയത്? അല്ല. ഈ മെത്തേഡാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുന്നു. റൈറ്റ്, ഒരു കാര്യം മോണോസൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റി. ഈ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് കോളേജ് പഠിച്ചിട്ട് ഒരിക്കലും ഇത് കിട്ടില്ല. കോളേജ് പഠിച്ചുകൊണ്ട് മാത്രം കിട്ടില്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള തോട്ട് നമുക്ക് വേണം. ഈ എക്സാം ഇങ്ങനെയാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് UPSC ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്യും തോറും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുക, ഓക്കെ ഇത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെയാണ് അനലിറ്റിക്കൽ സ്കില്ലിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ പ്രിലിംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ അതേസമയം തന്നെ UPSC വളരെ ജനറൽ ആയിട്ടുള്ള NCERT എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞില്ല 30 ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കുന്നു. 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെയാണുള്ളത്. ഒന്ന്, തിക്നെസ് ഓഫ് ട്രോപ്പോസ്ഫിയർ at the equator is much greater as compared to pole. Second one statement, at the equator heat is transported to great heights by strong conventional current. ഇത് NCERT സാധനമാണ്. ഡയറക്റ്റ് അങ്ങ് ചോദിച്ചിട്ടാണ് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ജോഗ്രഫി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് നമ്മൾ പഠിക്കട്ടോ, നമ്മുടെ ടീച്ചേഴ്സോടെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് ജോഗ്രഫിയിൽ. അപ്പൊ ആ ജോഗ്രഫി നന്നായി വൃത്തിക്ക് റിവൈസ് ചെയ്ത് പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഇത് എന്ത് ചെയ്യാം, ഇത് വളരെ സിമ്പിൾ. ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സാധൂകരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്ക് ബോത്ത് സ്റ്റേറ്റ്മെന്റ് A are correct and statement 2 is explaining the statement 1. ഈ സ്റ്റേറ്റ്മെന്റ് സാധൂകരിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. ഇത് നിങ്ങളുടെ കോമൺ GK പലപ്പോഴും UPSC അനലൈസ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോങ്സ്റ്റ് ബോർഡർ ബിറ്റ്വീൻ എനി 2 countries ഇൻ ദ വേൾഡ് ഈസ് ബിറ്റ്വീൻ. അറിയാം, ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയുടെയും കാനഡയുടെയും ഭൂപടം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര വലിപ്പമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ ആരൊക്കെ കിട്ടും. കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ മാപ്പിംഗ് നേരത്തെ പറഞ്ഞില്ലേ, മാപ്പിങ്ങിന്റെ ക്ലാസ് നിങ്ങൾ ഇത് പഠിക്കും, ഓൾറെഡി പഠിക്കും. ഇപ്പൊ അറിയാത്തവർ ഇത് പഠിക്കും. അപ്പൊ നമുക്ക് അറിയുന്ന GK എന്നും ക്വസ്റ്റ്യൻ വന്നു. കുറെ കൂടി ഒരു അനലിറ്റിക്കലായി ന്യൂസ് പേപ്പർ റീഡിങ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോറി, എന്റെ ഓഡിയോ ക്ലിയർ ആണോ? നന്ദഗോപൻ, ഞാൻ തേർഡ് ഓപ്ഷനിലേക്ക് വരാം കേട്ടോ, ഞാൻ വരാം. അണ്ടർ which of the following article of the Constitution of India has the Supreme Court of India placed the right to privacy? കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ആർട്ടിക്കിൾസിന്റെ സെഷൻ ആണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ന്യൂസുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസ്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കണ്ടിന്യൂസ് ന്യൂസ് പേപ്പർ വരാറുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പർ കറക്റ്റ് ആയി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കണ്ണടച്ചിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കണ്ടാൽ മതി. റൈറ്റ് ടു പ്രൈവസി കണ്ടാൽ ന്യൂസ് പേപ്പർ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം ഇത് ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട് വരുന്നതാണെന്നുള്ളത്. അപ്പൊ ന്യൂസ് പേപ്പർ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? ജനറൽ അവയർനെസ് ഉണ്ടോ? NCERT ബുക്കുകൾ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ? മോർ ഓവർ ഡിസിഷൻ മേക്കിംഗ്, അനലിറ്റിക്കൽ സ്കിൽ നിങ്ങൾക്കുണ്ടോ? ഈ 4 കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പർ പാസ്സാൻ പറ്റുന്നുള്ളൂ. ഇത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇഗ്നൈറ്റിന്റെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും, സൺഡേ ഒഴികെ എല്ലാ ദിവസവും 30 മിനിറ്റ്, വെറും 30 മിനിറ്റ് ന്യൂസ് പേപ്പർ, 2 ന്യൂസ് പേപ്പർ, ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ വൃത്തിക്ക് മെയിൻസ് എഴുതിയ കുട്ടികൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇങ്ങനെയാണ് വായിക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരും. മാത്രമല്ല അവരും ക്വസ്റ്റ്യൻ വെച്ചിട്ടേ ചെയ്യുള്ളൂ. ചില ക്വസ്റ്റ്യൻ ആൻസറും ക്വസ്റ്റ്യനൊക്കെ ന്യൂസ് വെച്ച് അവർ PYQ വെച്ച് അവർ അനലൈസ് ചെയ്ത് നമുക്ക് ചെയ്തു തരും. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും, സൺഡേ ഒഴികെ. സോ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ആരാ ചോദിച്ചു എന്നോട്, മൂന്നാമത്തെ എന്താ സാർ പ്രത്യേകത എന്നുള്ളത്. മോണോസൈറ്റ് ഒക്കർ നാച്ചുറലി എൻറ്റയർ. നോക്കൂ, UPSC പലപ്പോഴും നമുക്ക് ചില എക്സ്ട്രീം വാക്കുകൾ തന്നിട്ട് നമുക്ക് തന്നെ ഹിന്റ് തരും. ഇത് എലിമിനേറ്റ് ചെയ്തോ എന്ന് പറയും. അതിലൊരു എക്സ്ട്രീം വാക്കാണ് എൻറ്റയർ എന്നുള്ളത്. മൊത്തമായുള്ള ഇന്ത്യൻ എന്താണ് കോസ്റ്റൽ ഏരിയയിലൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നേ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് നിങ്ങൾ ടെസ്റ്റ് എടുക്കണം. അപ്പൊ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണം, ഇങ്ങനെ കുറെ വാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത എന്താണ് ഇവിടെ കൂടി വരിക ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്? നേരത്തെ ചോദിച്ച ആൻസർ കൊടുത്ത നന്ദഗോപൻ ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ പ്രിലിംസിന് ഒരിക്കലും ചെയ്യരുത് ഒരു ചെറിയൊരു എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യരുത്. പ്രിലിംസിന് നല്ല രൂപത്തിലുള്ള എന്ത് ചെയ്യണം, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. കാരണം മെയിൻസ് കുറെ കൂടി പ്രെഡിക്റ്റബിൾ ആണ്. മിക്കവാറും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രിലിംസ് എന്നുള്ളത്. പക്ഷെ ആ പ്രിലിംസിന് ഇങ്ങനെ 4 രൂപത്തിലെ UPSC ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഒന്ന്, ജനറൽ അവയർനെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ന്യൂസ് പേപ്പറിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, NCERTയിൽ നിന്ന് UPSC ക്വസ്റ്റ്യൻ ചോദിക്കാം, അനലിറ്റിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഇത് തന്നെ കണ്ടിട്ടാണ് ഇഗ്നൈറ്റിന്റെ പ്രോഗ്രാം ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തത്. ജനറൽ നോളജ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വരുന്നുണ്ടായിരിക്കും. NCERT ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനാണ്. സൺഡേയിൽ നമ്മൾ ചെയ്യുന്നത് ഈ സ്കിൽ
എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസ്, ടെസ്റ്റ് സീരീസുകൾ, മോക്ക് ടെസ്റ്റുകൾ, കാര്യങ്ങൾ, കോഗ്നിറ്റീവ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് UPSCയുടെ മെയിൻസിന്റെ സ്റ്റേജ്. അപ്പൊ പ്രിലിംസ് കഴിഞ്ഞു, ഇനി മെയിൻസ് എന്താ നമുക്ക് നോക്കാം. മെയിൻസ് എക്സാം ഒരുപാട് പേർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പെർട്ടിക്കുലർ ഏരിയ, മെയിൻസുമായി ബന്ധപ്പെട്ടിട്ട്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഞാൻ ഈ ഒരു ഏരിയയിൽ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഈ എക്സാമിൽ, UPSCയുടെ എക്സാമില് മെയിൻസ് എക്സാമില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കേൾക്കണേ, 9 പേപ്പറുകളാണുള്ളത്. ഈ 9 പേപ്പറിനെ 2ആയി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 7 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. 7 ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ഉണ്ട്. ദെൻ 2 അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ലാംഗ്വേജ് പേപ്പർ എന്നുള്ളതാണ് ഇതിനെ വിളിക്കാറുള്ളത്. ഒരു ലാംഗ്വേജ് പേപ്പർ നമുക്ക് വരുന്നുണ്ട്. ലാംഗ്വേജ് പേപ്പറിൽ വരുന്നത് ഒന്ന് ഇംഗ്ലീഷ് ആണ് വരുന്നത്, മറ്റൊന്ന് മലയാളമായിരിക്കാം. സാധാരണ നിങ്ങൾ മലയാളമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ആവാം. മലയാളം മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏത് ഒഫീഷ്യൽ ലാംഗ്വേജുകൾ ഏതും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സച്ചാസ് ഹിന്ദി നിങ്ങൾക്ക് ഉപയോഗിക്കാം, തമിഴ് വേണമെങ്കിൽ തമിഴ് ഉപയോഗിക്കാം, ഇനി അതല്ല കന്നഡ വേണമെങ്കിൽ കന്നഡ ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം. ഇവിടെ 300 മാർക്കിനാണ് ഓരോ പേപ്പറിന്റെയും എന്ത് ചെയ്യുന്നത്, മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. 300 മാർക്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ 300 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ട, 75 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി. 75 ജസ്റ്റ് അത് നിങ്ങൾക്ക് പറ്റും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും പറ്റുന്ന ഒരു സാധനമാണ്. ഒരു പെർട്ടിക്കുലർ മാർക്കാണ് ഈ 75 എന്നുള്ളത്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറ്റും, അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പർ നിങ്ങൾക്ക് പറ്റും. ഇൻ കേസ് ഏതെങ്കിലും വ്യക്തികൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന 7 പേപ്പറും വാല്യൂ ചെയ്യില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, വാല്യൂ ചെയ്യില്ല. ലാംഗ്വേജ് പേപ്പറിൽ പൊട്ടിയ ഒരു വ്യക്തിയുടെ ബാക്കി വരുന്ന 7 പേപ്പർ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും വാല്യൂ ചെയ്യില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദി എടുത്ത്, ലക്ഷദ്വീപിലുള്ള ഒരു ഫ്രണ്ടാണ്, ലക്ഷദ്വീപിലെ ഫ്രണ്ട് ഹിന്ദി ഒരിക്കലും എടുക്കുകയും അവന്റെ ലാംഗ്വേജ് പേപ്പറിലെ ഹിന്ദിയിൽ അവൻ പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി. അവന്റെ ഈ പറഞ്ഞ മാർക്ക് ബ്ലാങ്ക് ആയിട്ടാണ് UPSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പബ്ലിഷ് ചെയ്തത്. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? ആ അറിവ് നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് UPSC ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, ബാക്കി പേപ്പർ നോക്കില്ല. ഇനി ഈ 7 പേപ്പറിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നൊരു എസ്സേ പേപ്പർ ഒന്ന് 250 മാർക്കിന്റെ പേപ്പർ ഉണ്ടാവുക. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 125 മാർക്ക് വെച്ചിട്ടുണ്ടാവുക. 125 മാർക്ക് വെച്ച് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എസ്സേയുടെ ക്ലാസ് നമ്മൾ ഇഗ്നൈറ്റിൽ സൺഡേസ് നമ്മൾ കൊടുക്കും. നമ്മുടെ എസ്സേ ഫാക്കൽറ്റി ഉണ്ട്. എസ്സേ ഫാക്കൽറ്റി നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് എസ്സേ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, എസ്സേ കഴിഞ്ഞ അടുത്ത എന്താണ് നമുക്ക് വരുന്നത്, GS ആണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. അങ്ങനെ 4 GS പേപ്പേഴ്സുകളാണ് നമുക്കുള്ളത്. ഓരോ GS പേപ്പറിനും 250 മാർക്ക് ഉണ്ടായിരിക്കും. 250 × 4 ആണ് വരുന്നുണ്ടാവുക. വിച്ച് മീൻസ് 1000 മാർക്കാണ് ഇവിടെ വരുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് വരുന്നത് ഓപ്ഷണൽ പേപ്പർ ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷണൽ പേപ്പറിന് 2 പേപ്പർ ഉണ്ടായിരിക്കും. പേപ്പർ 1 ഉണ്ടായിരിക്കും. എല്ലാ ഓപ്ഷണൽ പേപ്പറിനും പേപ്പർ 2 ഉണ്ടായിരിക്കും. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ട് എന്താ ഈ ഓപ്ഷണൽ പേപ്പർ എന്ന് ആലോചിക്കില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. റൈറ്റ്. സോ പേപ്പർ 1 250 മാർക്കും പേപ്പർ 2 250 മാർക്കും ഉണ്ടാവുക. സോ ഗ്രാൻഡ് ടോട്ടൽ ഒരു 500 മാർക്സ് ഇവിടെ വരും. റൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ മെയിൻസിന്റെ മാർക്ക്. അപ്പം ഈ മാർക്ക് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും കാൽക്കുലേറ്റ്, 7 പേപ്പറിന്റെ മാർക്ക്. ആദ്യം വരുന്നത് 1000, ദെൻ വരുന്ന ഒരു 250 എസ്സേയുടെ പേപ്പർ, പിന്നെ വരുന്ന ഒരു 500 മാർക്ക്. സോ എല്ലാം കൂടി ചേർത്ത് 1750 മാർക്ക്. ഇതാണ് നമുക്ക് മെയിൻസിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായല്ലോ? റൈറ്റ്. 9 പേപ്പർ ഉണ്ട്. 7 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്, 2 എണ്ണം അത്ര ഇമ്പോർട്ടന്റ് അല്ല, ലാംഗ്വേജ് പേപ്പർ ആണ്. പക്ഷെ അത് തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള പേപ്പർ നോക്കില്ല എന്നുള്ള പറയാം. ഈ 7 പേപ്പറിന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് എസ്സേ പേപ്പർ, GS പേപ്പറുകൾ, ദെൻ ഓപ്ഷണൽ പേപ്പർ എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ലാംഗ്വേജ് പേപ്പർ ക്വാളിഫയിങ് ആണ്. യെസ്, ലാംഗ്വേജ് പേപ്പർ ക്വാളിഫയിങ് പേപ്പർ ആണ്. ജസ്റ്റ് നിങ്ങൾ പാസ്സായി അത്ര 300-ലാണ് 2ന്റെ മാർക്ക് വരിക. 300-ലാണ് വരിക. 300-ൽ നിങ്ങൾ ജസ്റ്റ് ഒരു 25 മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ മതി. ക്ലിയർ ആണോ? ലാംഗ്വേജ് പേപ്പറിന്റെ മാർക്ക് എത്രയായിരുന്നു? വർണ്ണത്തിന്റെ ടോട്ടൽ സ്കോർ
ലാംഗ്വേജ് പേപ്പർ 300 മാർക്ക് വരുന്നത് ഒന്നിന്റെ. രണ്ട് പേപ്പറും കൂടെ കൂട്ടി. രണ്ട് പേപ്പറും കൂട്ടിയല്ല. ഇംഗ്ലീഷിനാണെങ്കിൽ നമ്മൾ വരുന്നത് 300 മാർക്കായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ മലയാളത്തിനാണെങ്കിൽ 300 മാർക്ക്. പേപ്പർ ഇപ്പൊ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി കന്നഡ ഏതെടുക്കുകയാണെങ്കിലും അതിന് 300 മാർക്ക് വരും. 3 അവാർഡുകളുടെ പരീക്ഷയായിരിക്കും. കട്ട് ഓഫ് 75 മാർക്കായിരിക്കും ഉണ്ടാവുക. ദെൻ കമ്പൽസറി ലാംഗ്വേജിന് 300 മാർക്കാണ് വരുന്നുണ്ടാവുക. അതിനും 75 മാർക്ക് കിട്ടിയാൽ മതി. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? റൈറ്റ്. സോ ഇത്രയാണ് നമുക്ക് ക്വാളിഫയിങ് പേപ്പർ ആയിട്ട് വരുന്നത്. ഇനി ജി എസിലേക്ക് പോകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും പേപ്പേഴ്സുകളാണ്, ഈ 7 പേപ്പറുകളാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്ന എസ്സേ 2 ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, 125 മാർക്കിന് ഉണ്ടായിരിക്കും. ദെൻ അവിടെ നിന്ന് നമുക്ക് ജി എസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഈ എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞ് സാധാരണഗതിയിലൊക്കെ 4 മാസം കഴിഞ്ഞിട്ട് മെയിൻസ് വരാറുള്ളത്. ഇപ്പൊ UPSC കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ 86 ദിവസമൊക്കെ ഉള്ളൂ മെയിൻസിനുള്ളത്. അതായത് കഷ്ടി 3 മാസം നമുക്ക് കിട്ടാറുള്ളൂ മെയിൻസിന്റെ സമയത്ത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻസും പ്രിലിംസും ഒരുമിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കണം. ഐലൻഡ് തുടക്കം മുതലേ ഐലൻഡ് ആ ബോധം ഉള്ളതുകൊണ്ടാണ് ഐലൻഡ് പേര് വരെ ഐ ലേൺ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ലേൺ ചെയ്യുന്നു എന്നല്ല, ഇന്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയാനുള്ള കാരണം പ്രിലിംസ്, മെയിൻസ്, ദെൻ എന്താണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് ഐലാണ് ആ പേര് വന്നിട്ടുള്ളത്. ഐലേൺ എന്നുള്ള പേരിട്ട്. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ എന്താണ് പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂവിനുമുള്ള തയ്യാറെടുപ്പായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു വെള്ളിയാഴ്ചയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ദിവസം ഒരു ഒറ്റ പേപ്പറേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഒറ്റ പേപ്പറേ ഉണ്ടാവുള്ളൂ. പിന്നെ സാറ്റർഡേ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പേപ്പർ 1ഉം പേപ്പർ 2 ആയിട്ട് രാവിലെയും ഉച്ചയ്ക്കായിട്ടുണ്ടായിരിക്കും. സൺഡേ പേപ്പർ 4ഉം പേപ്പർ 5 എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് GS1, GS2, GS3 ആൻഡ് GS4. സൺഡേയിലായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക, സാറ്റർഡേസിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഇതൊരു ഫ്രൈഡേയിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ദെൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പറിലേക്ക് നിങ്ങൾക്ക് പോകുന്നത്. ഓപ്ഷണൽ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞു 2 പേപ്പർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പേപ്പർ 1ഉം ഉണ്ടായിരിക്കും, പേപ്പർ 1ഉം ഉണ്ടായിരിക്കും, പേപ്പർ 2 ഉണ്ടായിരിക്കും. പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടായിരിക്കും ഓപ്ഷണൽ പേപ്പറിലേക്ക്. ഓപ്ഷണൽ പേപ്പറിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സബ്ജക്ട് പേപ്പർ എഴുതാണ്ടായിരിക്കും. അതായത് കമ്പൽസറി അല്ലാത്ത പേപ്പർ എഴുതാണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളോട് ആക്ച്വലി ഇംഗ്ലീഷും മലയാളം ആണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ് അത് എഴുതാൻ വേണ്ടി പറയും. അതാണ് ഈ പെർട്ടിക്കുലർ പേപ്പർ വരുന്നത്. റൈറ്റ്. ദെൻ അതിനുശേഷം എന്താണ് ഓപ്ഷണൽ പേപ്പർ 1ഉം ഓപ്ഷണൽ പേപ്പർ 2ഉം ഉണ്ടായിരിക്കും. റൈറ്റ്. സോ അതും എന്ത് ചെയ്യാം, നമുക്ക് അതോടുകൂടി നമ്മുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്. അപ്പം ആദ്യത്തെ ദിവസം എസ്സേ ഉണ്ടായിരിക്കും, പിന്നെ GS1, GS2, ദെൻ GS3, GS4, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പർ ഉണ്ടായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുക, ഒരാഴ്ചയോളം ലീവ്, ഒരു ഓഫ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന നമ്മുടെ പേപ്പർ ഏതാണോ, ഓപ്ഷണൽ പേപ്പർ ഏതാണോ ആ പേപ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഉണ്ടാകുന്നത്. ഈ 7 പേപ്പറിനും എന്താണ് 250 മാർക്ക് വെച്ച് 1750 മാർക്ക് ഗ്രാൻഡ് ടോട്ടൽ ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് മെയിൻസിന്റെ പേപ്പറുകളെല്ലാം ഉണ്ടാവുക എന്നുള്ളത്. റൈറ്റ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമുക്ക് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്ട് ഞാൻ കുറെ ആയി പറയുന്നു. എന്താണ് ഈ ഓപ്ഷണൽ സബ്ജക്ട്, എന്തുകൊണ്ടാണ് ഓപ്ഷണൽ സബ്ജക്ട്? പണ്ട് UPSCയുടെ സിലബസ് 2014 മുന്നേ 2 ഓപ്ഷനിൽ ഒരു കുട്ടി പാസ്സാവണം, 2 പേപ്പർ എടുക്കണം, എന്നിട്ട് 2 ഓരോരോ പേപ്പർ ഉണ്ടായിരിക്കും, അത് എഴുതി പാസ്സാവണം എന്നാണ് ഇതുണ്ടായിരുന്നത്. ഇപ്പൊ UPSC ആ തിയറി മാറ്റി UPSC എന്ത് ചെയ്തു, ഒരു പേപ്പർ എടുക്കുക, ഒറ്റ പേപ്പർ സബ്ജക്ട് എടുത്താൽ മതി. നിങ്ങൾ ആ സബ്ജക്ട് എന്ത് ചെയ്യണം, 2 പേപ്പറാക്കി നിങ്ങൾ പഠിക്കണം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി UPSC. അപ്പൊ ഇവിടെ വരുന്നത് നമുക്ക് ഒരു 23ഓളം സബ്ജക്റ്റുകൾ UPSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ മെയിൻ സബ്ജക്റ്റുകളാണ് ഈ പറയുന്ന ജോഗ്രഫി, കെമിസ്ട്രി, സൈക്കോളജി, ലോ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഫിസിക്സ്, എക്കണോമിക്സ്, ഫിലോസഫി, ബോട്ടണി, മലയാളം, അഗ്രികൾച്ചർ, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓപ്ഷനായി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. റൈറ്റ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ ആ സബ്ജക്റ്റിൽ സ്മാർട്ട് ആണെങ്കിൽ, നിങ്ങളുടെ ഗ്രാജുവേഷനിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷണൽ സബ്ജക്ട് എടുക്കാം. നിങ്ങൾ ഏതാണോ ഗ്രാജുവേഷനിൽ പഠിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. റൈറ്റ്. അതിന്റെ കൂടെ നിങ്ങൾ നോക്കേണ്ടത് ആ ഓപ്ഷണൽ സബ്ജക്റ്റിൽ UPSCയിൽ കുട്ടികൾ പാസ്സാവുന്നുണ്ടോ കൂടി നിങ്ങൾ നോക്കണം.
ഈ രണ്ട് കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏതാണോ ഡിഗ്രിക്ക് എടുത്തിട്ടുള്ള ഓപ്ഷനിൽ ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്മാർട്ട് തിങ്കിങ് ചെയ്യാം. എന്താണ്, കൺവെൻഷനലി ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്പിയർ ചെയ്യുന്ന പേപ്പറുകൾ ഏതാണെന്നുള്ളത് ആ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പാസ്സാവാൻ വേണ്ടി നോക്കാം. കാരണം ജനറലി ചില പേപ്പറുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അവിടെ നിന്ന് കുറെ കുട്ടികൾ പാസ്സാവുന്നുണ്ട്. അങ്ങനെ കുറെ കുട്ടികൾ ഒപ്റ്റ് ചെയ്യുകയും പാസ്സാവുകയും ചെയ്യുന്ന സെലക്ടഡ് പേപ്പേഴ്സുകളാണ് ഐലൻ ഇവിടെ ഓഫർ ചെയ്യുന്ന 5 പേപ്പേഴ്സ്. ഏതൊക്കെയാണ്? ജോഗ്രഫി, സോഷ്യോളജി, മലയാളം, PSCR, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സിവിൽ സർവീസ് കാൻഡിഡേറ്റ് ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇതാണ്. കാരണം ഈ സബ്ജക്റ്റുകളൊക്കെ കമ്പാരിറ്റീവ്ലി മറ്റ് സബ്ജക്റ്റുകളെക്കാളും എന്താണ്, കുറെ കൂടി എന്താണ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. നല്ല രൂപത്തിൽ എന്ത് ചെയ്യാണ്, മെന്റർഷിപ്പ് അവൈലബിളും നോട്ട് അവൈലബിളും ഒക്കെ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പേപ്പേഴ്സ് സെലക്ട് ചെയ്യപ്പെടുന്നത് ഓർത്ത് വെക്കാം. റൈറ്റ്, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് എടുക്കുന്നത് ഐലൈൻ ഓഫർ ചെയ്യുന്നത് 5 പേപ്പർ ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള പേപ്പർ ആ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ? റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത് ഇവിടെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇനി മെയിൻസിന്റെ ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാന്നുള്ളത്. മെയിൻസ് ഞാൻ പറഞ്ഞു, പ്രിലിംസ് നിങ്ങൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. പക്ഷെ മെയിൻസിന്റെ കേസിൽ നിന്നുള്ളത് പ്രിഡിക്റ്റബിലിറ്റി ഉള്ള ഒരു പേപ്പറാണ് മെയിൻസിൻ്റെത്. കാരണം സെലക്ട് ചെയ്യുന്നത് 13,000 പേരാണെന്ന് പറഞ്ഞു. അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, ഏറെക്കുറെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, നിങ്ങൾ 1 നേഷൻ 1 ഇലക്ഷൻ റീസെന്റ് നിങ്ങൾ ന്യൂസ് പേപ്പർ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. UPC 1 നേഷൻ 1 ഇലക്ഷൻ ചോദിക്കും. പക്ഷെ എന്ത് ചെയ്യാണ്, UPCയുടെ രൂപത്തിൽ ഇത് ചോദിക്കുക. എങ്ങനെ ചോദിക്കാം? UPC എക്സാമിൻ ദ നീഡ് ഫോർ ഇലക്ട്രൽ റിഫോംസ്. എന്തെല്ലാം നീഡ്സ് ആണുള്ളത്? നീഡ്സ് എന്താണ്? സജസ്റ്റഡ് ബൈ ദ വേരിയസ് കമ്മിറ്റീസ്. അപ്പം ഓരോ പാർട്ടുമായിട്ട് നിങ്ങൾ അത് എഴുതേണ്ടി വരും. അങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ് മതിയാവില്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആൻസർ ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സ്റ്റൈൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് പേപ്പർ കാണിച്ചു തരാം. സാധാരണഗതിയിൽ ഞാനൊക്കെ ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? നമ്മൾ എഴുതുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറുപറവാണ് എഴുതും. 16 പേപ്പറും ഒക്കെ ആയിട്ട് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കും അല്ലെ? പക്ഷെ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എഴുതണം. നിങ്ങളൊരു സ്പെസിഫിക്, കാരണം നിങ്ങൾക്ക് വേർഡ് ലിമിറ്റ് എന്ന കോൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കും. വേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, 150 വാക്കിന് നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. 250 വേർഡും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ വേർഡ് ലിമിറ്റ് കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ആ വേർഡ് ലിമിറ്റിന് ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ചോദിച്ച ഓരോ ചോദ്യത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ഡൈമെൻഷൻ കറക്റ്റായി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കഴിയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള പദങ്ങളും ചിത്രങ്ങളും കൊടുത്ത് നിങ്ങൾ ചെയ്യണം. റൈറ്റ്, സബ് ഹെഡിങ് കൊടുത്ത് എഴുതണം. റൈറ്റ്, ഈ രൂപത്തിൽ ഡേറ്റ നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നല്ലൊരു കോച്ചിങ് എടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന്റെ ഇഗ്നൈറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 പ്രോഗ്രാംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ക്ലാസ് മാത്രമായിട്ടുള്ള പ്രോഗ്രാം, മറ്റൊന്ന് പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പൊ നിങ്ങളുടെ മെന്റർ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ പേപ്പർ മൊത്തം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ അവരെന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞുതരും. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്ന രൂപത്തിൽ എന്ത് ചെയ്യും, അവർ പറഞ്ഞുതരും. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? സോ മെയിൻസിനെ സംബന്ധിച്ചിട്ട് ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ്. പേഴ്സണാലിറ്റി അസസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറെ മിത്തുകൾ, പേഴ്സണാലിറ്റി അസസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് കുറെ മിത്തുകൾ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് ഇന്റർവ്യൂ ആയിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് UPC ഇവിടെ അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി ക്വാളിറ്റിയാണ് അസസ് ചെയ്യുന്നത്. ഒരൊറ്റ സ്റ്റോറി പറഞ്ഞുതരാം. എന്റെ 2 റൂംമേറ്റ്സ് UPC എക്സാമിന് പോയി. റൈറ്റ്, പോയ സമയത്ത് ഒരാളുടെ എക്സാം ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ടടാ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. റൈറ്റ്, അതേസമയം തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇത് ഉണ്ടായ സ്റ്റോറി കേട്ടോ, വെറുതെ തള്ളാൻ വേണ്ടി പറയുന്നല്ല, ഉണ്ടായ സ്റ്റോറിയാണ്. അവനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു 4 ക്വസ്റ്റ്യനോളം എനിക്ക് ആൻസർ ഒന്നും പറയാൻ പറ്റിയില്ല,
ഐ ഡോണ്ട് നോ സാർ എന്നുള്ള രൂപത്തിലാണ് ഞാൻ ആൻസർ ചെയ്ത്. ഇന്റർവ്യൂ വാസ് എന്താണ് ഭയങ്കര ബാഡായിരുന്നു എന്ന് പറഞ്ഞു. ക്ലൈമാക്സ് പേരൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നുള്ളത്. റിസൾട്ട് വന്ന സമയത്ത് ഈ ബാഡ് ആയിരുന്നു, 4ഓളം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യന് 186 മാർക്ക് വന്നിട്ടുണ്ട് പ്രിലിംസിൽ, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ. എന്നാൽ അതേ സമയം തന്നെ ഇന്റർവ്യൂ വാസ് ഓക്കെ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയത് 160 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ചോദിച്ചാൽ, UPSC സംബന്ധിച്ചിട്ട് UPSC കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹോണസ്റ്റി, നിങ്ങളുടെ ക്യാരക്ടർ എന്ത് ചെയ്യാണ് റിഫ്ലക്ട് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായി നിങ്ങളുടെ നോളജ് മാത്രമല്ല അവർ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ആസ് എ പേഴ്സൺ, സർക്കാരിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എംപ്ലോയീസിന് സർക്കാരിന് ആവശ്യമുണ്ട്. കുറച്ച് എംപ്ലോയീസിന്, ആ എംപ്ലോയീസിന് സർക്കാരിന് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, ഭാവിയിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അവരത് പഠിക്കാൻ തയ്യാറാണോ? അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ആ ഒരു ചേഞ്ചും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളാണോ? സാധാരണഗതിയിൽ ആളുകൾക്കിടയ്ക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആളുകളെ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകളാവോ? ഇങ്ങനെയുള്ള സർട്ടൻ ക്വാളിറ്റീസ് ആണ് ആ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നിന്ന് UPSC നിങ്ങളിൽ നിന്ന് ചെക്ക് ചെയ്യുന്നത്. മോർ ദാൻ യുവർ നോളജ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്തേക്കാം, പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ആസ് എ പേഴ്സൺ എങ്ങനെ എന്ത് ചെയ്യുന്നു നിൽക്കുന്നു എന്നുള്ളത്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യൻ ഉള്ളത് ഐലൻഡിലുള്ളത്. റൈറ്റ്. ഡാഫ് ഗുരു എന്ന് വിളിക്കുന്നത് നമ്മളെ ഷിനാസ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. ഞാൻ കാണിച്ചു തരാം സാറിനെ. സാറിന്റെ കീഴിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഓൾ ഇന്ത്യൻ ടോപ്പേഴ്സ്, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ഓൾ ഇന്ത്യൻ ടോപ്പേഴ്സ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഉണ്ടായത്. 212 മാർക്കും 210 മാർക്കും വാങ്ങിയ കുട്ടികളൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ സാറിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ നിങ്ങളുടെ മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെഫിനറ്റ്ലി സാർ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി ടെസ്റ്റുമായി അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. സോ ഏറെക്കുറെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ എക്സാമിനെ കുറിച്ചിട്ടുള്ള 3 സ്റ്റേജ് മനസ്സിലായി. ഇനി ഒറ്റ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഈ എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി എത്രമാത്രം ഡിഫിക്കൽട്ട് ആയുള്ള എക്സാം ആണെന്നുള്ളത്. 10 ലക്ഷം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അപ്പിയർ ചെയ്ത് അറൌണ്ട് ഒരു 13 to 14 ലക്ഷം ആളുകൾ മാത്രം മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്ത് അതിൽ നിന്നും 2000 to 3000 കുട്ടികളെ ഇന്റർവ്യൂയിലേക്ക് ക്ഷണിച്ചിട്ട് ഫൈനലി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഒരു 1000-ൽ താഴെ ആളുകൾ. ഈ വർഷം 1008 പേരുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം 784 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പേരിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഫൈനലി ഒരു 150ഓളം IAS ഓഫീസേഴ്സ് മാത്രം ഉണ്ടാകുന്ന ഒരു എക്സാം. IAS മാത്രമല്ല, അതിന് താഴെയുള്ള അതിന്റെ കൂടെ തന്നെയുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട്. റൈറ്റ്. സോ 1000-നും താഴെ 10 ലക്ഷം ആളുകൾ അപ്പിയർ ചെയ്യുന്ന, രജിസ്റ്റർ ചെയ്ത് ആഗ്രഹിക്കുന്ന ഒരു എക്സാമിൽ 1000-ലും താഴെ ആളുകൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പൊ അതിനർത്ഥം ഈ എക്സാമിന്റെ പെർസെന്റേജ്, വിന്നിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 99% ആളുകൾ തോറ്റുപോകും. അതിലും വളരെ ലെസ് ദാൻ 1% ആളുകൾ ജയിക്കുന്ന എക്സാമാണ്. ഇവിടെ ജയിക്കണമെങ്കിൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കാണുന്ന കുട്ടികളിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുട്ടികൾ, വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്വാളിഫൈ ചെയ്യാറുണ്ട്. റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വരുന്നത്, എന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം എടുക്കാൻ വേണ്ടി വരുന്ന അക്ഷയ് അങ്ങനെ ഒരു കേസാണ്. അങ്ങനെ ഒരു അക്ഷയ് ഇവിടെ ഉണ്ട്. റൈറ്റ്. അക്ഷയ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയി വൃത്തിക്ക് പഠിച്ച ഡോക്ടർ അക്ഷയ് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടിയാണ്. റൈറ്റ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും അപ്പുറത്തെ അക്ഷയുടെ ഡിസിപ്ലിനും കാര്യങ്ങളുമാണ് അക്ഷയിനെ ഇതിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി പറ്റി. ക്ലിയർ ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഈ എക്സാമിന് നല്ല രൂപത്തിൽ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നേരത്തെ തുടങ്ങുക എന്നുള്ളത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എഡ്ജ് തരും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറെ കാര്യം എക്സാമിനെ പറ്റി മനസ്സിലായി. ഇപ്പൊ പ്രിലിംസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലാവുന്നു. മെയിൻസ് ഏത് രൂപത്തിലാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നു. സോ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് എനിക്കിവിടെ കവർ ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഐലൻ എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ എക്സാമിൽ എന്നുള്ളതാണ്. ഐലനെ സംബന്ധിച്ചിട്ട് ഐലൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൌണ്ട് 10 വർഷമായിട്ടുണ്ട്. 10 വർഷമേ ആയിട്ടുള്ളൂ. റൈറ്റ്. സിവിൽ സർവീസ് ജേണിയിൽ ഐലൻഡ് 10 വർഷമായിട്ടുള്ള ടൈമാണുള്ളത്. ഈ 10 വർഷം കൊണ്ട് 340+ റിസൾട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. നോക്കണേ, 10 ലക്ഷം ആളുകൾ എഴുതി കേവലം ഒരു വർഷം 1000-ൽ താഴെ മാത്രം ആളുകൾ പാസ് ചെയ്യുന്ന ഒരു എക്സാമിന് 10 വർഷത്തിനുള്ളിൽ 340+ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഐലൻ എന്ന് പറയുന്നത്.
അതിന്റെ ഇന്നത്തെ നമ്മുടെ ഓഫീസേഴ്സ്, ഇന്നത്തെ കേരളത്തിൽ ഈ പറയുന്ന ഓഫീസേഴ്സ് എല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ആക്ച്വലി മാധവിക്കുട്ടി ഇപ്പൊ കളക്ടർ ആയിട്ടുണ്ട് പാലക്കാടിന്റെ. ദെൻ ഗൗതം രാജൻ നിങ്ങൾക്ക് കോഴിക്കോട് ഒരു സബ് കളക്ടർ ആണ്. ദെൻ ജയകൃഷ്ണൻ ഇസ് വൺ ഓഫ് ദ ഫേമസ്, എന്താണ്, ഇടുക്കിയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സബ് കളക്ടർ ആയിരുന്നു അദ്ദേഹം. ദെൻ അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂരിന്റെ കളക്ടറാണ്. ദെൻ വിഷ്ണു പ്രദീപ്. അതുപോലെ തന്നെ അതിൽ ഞാൻ ഒരു ഫേസ് ഞാൻ എടുത്തു പറഞ്ഞുതരാം. റൈറ്റ്, ആൽഫ്രഡ് ഓവിയുടെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൽഫ്രഡ് ഓവി ഐലൻഡിലെ ക്ലാസ് റൂം സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് ഓവി. ദെൻ മിഥുൻ പ്രേംരാജും എല്ലാം തന്നെ ഐലൻഡ് പ്രൊഡക്റ്റുകളാണ്. റൈറ്റ്, ഐലൻഡിൽ പഠിച്ച് സർവീസ് കയറിയിട്ടുള്ള കുട്ടികളാണ്. സോ നെക്സ്റ്റ് വൺ, ഇവർ ഐലൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസ് റൂം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, ഏക ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ തന്നെയാണ്. അതായത് ബെസ്റ്റ് ക്ലാസ് റൂം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളതാണ്. റൈറ്റ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പഠനവും അതിന്റെ കൂടെ നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂം പ്രോഗ്രാംസുമാണ് അതിൽ സക്സസ് ആയിട്ടുള്ളത്. റൈറ്റ്, ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഈ വർഷം 2024 റിസൾട്ടിൽ കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട്, ക്ലാസ് റൂം റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും ഐലൻഡ് തന്നെയാണ്. കേരളത്തിൽ വന്നിട്ടുള്ള ആദ്യ 5 പേരിൽ, ആദ്യ 100-ൽ 5 പേര് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം തന്നെ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാമിന്റെ സ്റ്റുഡൻസുകളാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ലെഗസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു 3-4 വർഷത്തിനുള്ളിൽ ഞാൻ വിഷ് ചെയ്യുന്നത് നിങ്ങളും എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഉണ്ടാവണം. നിങ്ങൾക്കും നല്ല പോസ്റ്റും പൊസിഷനും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. റൈറ്റ്, അതിന്റെ ഫാക്കൽറ്റി ടീം എന്ന് പറയുന്നത് ഇത്രയും ഫാക്കൽറ്റീസ് ആണല്ലോ. നിഖിൽ സാർ ഉണ്ട്, ടീച്ചർ സാർ എത്തിക്സിന് കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ജോഗ്രഫിയിൽ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് നിഖിൽ സാർ എന്നുള്ളത്. നിഖിൽ സാറും ഡയസ് സാറും ഉള്ളത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന വ്യക്തി, ഇന്റർവ്യൂ ഡാഫ് ഗുരു എന്ന് പറയുന്ന ഷിനാസ് സാറാണ്. കേരളത്തിൽ സാറിനേക്കാളും മികച്ചായിട്ട്, ഞാൻ വെറുതെ പബ്ലിക് ആഡ് ആയിട്ട് പറയില്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, സാറിന്റെ അടുത്ത് വരും, ആ സമയത്ത് കാണാം. പിന്നെ ഈ തല നിൽക്കുന്ന മനുഷ്യൻ ഈ ഞാനാണ്. ഞാനാണ് ആക്ച്വലി, ഞാൻ ഇവിടെ സോഷ്യോളജി ഓപ്ഷൻ എടുക്കുന്ന വ്യക്തിയാണ്. റൈറ്റ്, ഇന്ത്യൻ സൊസൈറ്റിന്റെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഇജാസ് സാർ സീനിയർ ഫാക്കൽറ്റി ആണ് ഐലൻഡ്. ദെൻ സീനിയർ ഫാക്കൽറ്റിക്ക് പുറമെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാക്കൽറ്റി കൂടിയാണ്. ചിത്ര മാം ഉണ്ട്. ചിത്ര മാം, ദെൻ ഈ ആളെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും. വേറെ ആരുമല്ല, നമ്മുടെ റീനു ആണ്. റീനു ഐലൻഡ് ഫാക്കൽറ്റിയാണ്. പക്ഷേ ഈ നിങ്ങളെ പഠിപ്പിക്കാൻ മിക്കവാറും റീനു ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷെ റീനു ഒരു സെഷൻ, റീനു ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു നല്ലൊരു സെഷൻ റീനു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓറിയന്റേഷൻ സെഷനിൽ എങ്ങനെ എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ തരാൻ വേണ്ടി ഇപ്പോൾ റീനു ആയിരിക്കും. ഓഗസ്റ്റിൽ റീനുവിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ റീനുവിന് കമ്മിറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന് മുന്നേ റീനു ആയിരിക്കും നിങ്ങൾക്ക് എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ക്ലാസ് തരാൻ വേണ്ടി പോകുന്നത്. ശ്രീഹരി ഈസ് വൺ ഓഫ് ദ ഫേമസ് ഇൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ രാമു എക്കോളജിയിൽ ഒരു വണ്ടർഫുൾ ഫാക്കൽറ്റിയാണ്. സോ ഇവരൊക്കെ തന്നെ, ഇതിന് പുറമേയും ഫാക്കൽറ്റീസ് ഉണ്ട്. ഇവരൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടാവുക. സാറ്റർഡേസിലെ നിങ്ങളുടെ ക്ലാസ് സെഷൻസ് എടുക്കാൻ വേണ്ടി വരുന്നത് ഇവരായിരിക്കും വരാൻ വേണ്ടി പോകുന്നുണ്ടാവാം. സോ ഇത്രയാണ് ഐലൻഡ് ഒരു ഫാക്കൽറ്റി ടീം എന്ന രൂപത്തിൽ. മെയിൻസിന്റെ ആൻസ് പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഇവാലുവേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മെന്റർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പകുതി പരിപാടിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ തെറ്റാതെ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അപ്പം ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ നിങ്ങളോട് പറയുന്നത്. ഒരു മെന്റർഷിപ്പ് ഉണ്ടാവുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ദേവിക പ്രിയദർശിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ എയർ 95 ആണ് ദേവിക. ആക്ച്വലി ഇവിടെ ഐലൻഡ് മെന്റർഷിപ്പ്, ഐലൻഡ് ടെസ്റ്റ് സീരീസിന്റെ ഒരു ക്വാളിറ്റി കാണിക്കാനാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദേവികയുടെ ചാനലാണ്, ടെലഗ്രാം ചാനലാണ്. ഐലൻഡ് ടെസ്റ്റ് എടുത്ത സമയത്ത് ദേവിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ 557 മാർക്കാണ് GS കിട്ടിയിട്ടുണ്ടായിരുന്നത്. GS1, GS2, GS3, GS4. UTC കൊടുത്ത മാർക്ക് ശ്രദ്ധിച്ച് നോക്കണേ. UTC കൊടുത്ത മാർക്ക് 552 മാർക്കാണ്. നിങ്ങൾക്ക് ഇവിടെ പോയി 3 മാർക്ക് എന്നൊക്കെ ആയിരിക്കും, അങ്ങനെ ചിന്തിക്കരുത്. അത്ര മാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഫാക്കൽറ്റി ടീം എന്ത് ചെയ്യുന്നത്, പേപ്പർ റിവ്യൂ ചെയ്യുന്നത്. അതായത് വെരി സിമിലർ ടു UPC മോഡലാണ്. നിങ്ങളുടെ ഇവിടുത്തെ മെന്റേഴ്സും അല്ലെങ്കിൽ ഫാക്കൽറ്റീസും എന്തെയാണ് പേപ്പർ റിവ്യൂ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ദേവിക തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഓർത്ത് വെക്കുക,
നിങ്ങൾ ഇന്നൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 2 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, UPSC എക്സാം എന്താന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ യാത്രയുടെ കൂടെയുള്ള സാരഥി എന്ന് പറയുന്നത് ഞങ്ങളാണ്. അപ്പൊ ഞങ്ങള് നിങ്ങളെ കറക്റ്റായി ഗൈഡ് ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കൂടെ എന്തായാലും ഉണ്ടായിരിക്കും. ഇത്രയും കുട്ടികൾ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഈ വർഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവരെല്ലാം തന്നെ. സോ ഒരു ചെറിയൊരു സെഷൻ കൂടി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ നിർത്താം. ഇഗ്നേറ്റ് പ്രോഗ്രാം എന്താ കൂടി ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഇഗ്നേറ്റ് പ്രോഗ്രാം എന്നുള്ളത്. അതുകൂടി കഴിഞ്ഞ് നമുക്ക് അക്ഷയ് സാറിനെ വിളിക്കാം. അക്ഷയ് നിങ്ങൾക്ക് കുറെ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞു തരും. സോ നമുക്കൊന്ന് ഇഗ്നേറ്റ് പ്രോഗ്രാമിൽ എന്താണ് നമ്മൾ ഒരുക്കി വെച്ച് നമുക്ക് നോക്കാം. ഇഗ്നേറ്റ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇഗ്നേറ്റ് പ്രോഗ്രാം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള കാരണം 10 വർഷമായിട്ട് ഐലേൺ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഐലേണിന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു നോക്കി. നമ്മുടെ തന്നെ കുട്ടികളിൽ നിന്ന് അനാലിസിസും ഒരു എക്സാമിനേഷൻ ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഏർലിയർ ആയിട്ട് സ്റ്റേജിൽ തുടങ്ങുന്നത് മുന്നേ തന്നെ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെ നന്നായി പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ 2-3 അറ്റംപ്റ്റിനുള്ളിൽ എന്ത് ചെയ്യുന്നത് അവർ സിവിൽ സർവീസ് കയറി പോകുന്നത് കണ്ടുവരുന്ന പ്രവണത ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള UPSC എക്സാമിനെ കുറിച്ചുള്ള ധാരണ ഈ കുട്ടികൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇവർ കയറി പോകുന്ന ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, കോളേജ് കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത്. അവിടെ മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നേറ്റ് ഫൗണ്ടേഷൻ നിങ്ങളുടെ ഉള്ളിൽ ആ സ്പാർക്കിന് എന്ത് ചെയ്യാണ്, ഇഗ്നേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമുക്കൊരു 3 സ്റ്റൈലിലെ 4 കാര്യങ്ങളാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന്. 10 മാസത്തെ കോഴ്സാണ്, നമ്മൾ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 300+ അവേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്ലസ് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനാണ് ഉണ്ടാവുക, അതെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ക്ലാസ് മിസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ പോർട്ടൽ സജീവമായിരിക്കും. ആ പോർട്ടൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഇവിടെ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ആയിരിക്കും. സോ നിങ്ങളെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോദിച്ചാൽ നമുക്കൊരു 3 സ്ട്രക്ചറാണ്. ഒന്ന് ഡെയിലി ആയിട്ടുള്ള പ്രോഗ്രാം, സാറ്റർഡേസിലെ പ്രോഗ്രാം, സൺഡേസിലെ പ്രോഗ്രാം. ഡെയിലി പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ന്യൂസ് പേപ്പർ കവർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. വീഡിയോ ക്ലാസ് എടുക്കുന്നത് മെയിൻസ് ക്വാളിഫൈ ചെയ്ത കുട്ടികളായിരിക്കും. അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് എന്നുള്ളത്. അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും, സൺഡേ ഒഴികെ. സൺഡേ ഉണ്ടാവില്ല. ദെൻ സാറ്റർഡേസിൽ നിങ്ങൾക്ക് ഐലൻഡ് ഫാക്കൽറ്റി ടീമിന്റെ GS1, GS2, GS3, GS4 ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റൈറ്റ്, 2.5 hour ആയിരിക്കും, 2.5 മണിക്കൂർ ഉണ്ടായിരിക്കാം. 2.5 hour ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കാം. ചില ക്ലാസ്സുകൾ 3 മണിക്കൂർ ഉണ്ടായേക്കാം. റൈറ്റ്. ദെൻ സൺഡേസ് എന്താണ്, നിങ്ങളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് ചെയ്യാനുള്ള, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ആയിരിക്കാം, നിങ്ങളുടെ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രിലിംസിന്റെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, മെയിൻസിന്റെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് നമ്മൾ സൺഡേയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. സൺഡേയിൽ വേറൊരു പ്രോഗ്രാം കൂടിയുണ്ട്. ഓരോ 3 വീക്ക് കൂടുന്തോറും നമ്മുടെ തന്നെ അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച IAS ഓഫീസേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള IAS, IPS, IRS ഓഫീസേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഓരോ 3 വീക്ക് കഴിയുമ്പോഴും നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി എന്നൊരു പ്രോഗ്രാം കൂടി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഓഫീസേഴ്സ് ഇവിടെ വരും, അവർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും, എങ്ങനെയാണ് അവരുടെ അപ്രോച്ച്, കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന പോയിന്റ്? റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇഗ്നേറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ നമ്മുടെ തന്നെ ഫാക്കൽറ്റീസ് ആയിരിക്കും. എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിന്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ദെൻ അതോടൊപ്പം തന്നെ
നിങ്ങൾക്ക് ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്പേസ് നമ്മൾ ഒരുക്കി വെക്കും. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, നിങ്ങൾക്ക് ഓരോ മന്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റുകൾ നടത്തിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വളരെ, അതായത് 2 വീക്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയിട്ട് 5 ക്വസ്റ്റ്യൻ വെച്ച് ടെസ്റ്റ് നടത്തി നിങ്ങളുടെ മെയിൻസിന് വേണ്ടി നിങ്ങൾ റെഡി ആക്കൽ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ടായിരിക്കും. 1-on-1 മെന്റർ ഉണ്ടായിരിക്കും. ഒരു മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അല്ലാതെ മിക്കവാറും ദിവസങ്ങളിലും ആ വീക്കിൽ നിങ്ങൾക്ക് 1-on-1 മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. വളരെ ആലോചിച്ച് ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയുള്ള രൂപത്തിലാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കാവില്ല, ഡയറക്ഷൻലെസ് ആവില്ല എന്നുള്ള 100% ഉറപ്പ് തന്നിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരു ഓവറോൾ 3 കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തു. ഒന്ന്, UPSC എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്തു. 2, ഐലൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വൺ, ഇഗ്നൈറ്റ് എന്താ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ഫാക്കൽറ്റീസും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെടുത്ത് വന്ന് ആ സബ്ജക്റ്റ് എങ്ങനെ വൃത്തിക്ക് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സ്ട്രാറ്റജി സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവാം. സോ താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.